ഓക്കെ. സോ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഡെറിവേഷൻസ് കഴിഞ്ഞിട്ടില്ല ഞാൻ. സോ അഗെയിൻ പാർട്ട് 2 ഓഫ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ്. നൈസ്. അപ്പോൾ ഞാൻ എന്താണ് നമ്മളിനി അവിടെ പോയി നമ്മളെ വിരിയാലിൻ്റെ ഒരു ചെറിയൊരു കഥ കൂടി പറയാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. സോ ഇതൊക്കെ കഴിഞ്ഞ് വേറെ സിറ്റ് യെസ് ദ വിരിയാൽ ഡ്രാമ. ഞാൻ അറിയില്ല എന്താണ് I like to give some cool names for some things which I like. സോ ഞാൻ വെറുതെ എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് എടുത്തിരിക്കുകയാണ് വിരിയാൽ ഡ്രാമ. നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ഇതിൻ്റെ ഡ്രാമ എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാൻഡർ വാൽസ് ഇക്വേഷൻ നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ അത് ഡിറൈവ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച് എന്താണ് അന്നത്തെ കാലത്ത് എല്ലാവരും വിചാരിച്ച് ദിസ് വാൻഡർ വാൽസ് ഇക്വേഷൻ ഇസ് സച്ച് എ പെർഫെക്റ്റ് ഇക്വേഷൻ. പക്ഷേ എന്താണ് നമ്മളെ ഒരു ചങ്ങായി അയാളെ പേര് പറഞ്ഞത്, ബട്ട് ഹീ പ്രൂവ്ഡ് ദാറ്റ് പേഴ്സൺ പ്രൂവ്ഡ് ദാറ്റ് ആ വിരിയാൽ എന്ന് പറയുന്നത് ആ വാൻഡർ വാൽസ് ഇക്വേഷനിൽ എന്തൊക്കെയല്ലോ കുഴപ്പങ്ങളുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ദാറ്റ് പേഴ്സൺ മേഡ് ഹിസ് ഓൺ ഫോർമുല ദ വിരിയാൽ ഇക്വേഷൻ, അല്ലെ വിരിയാൽ സ്റ്റേറ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറയും. മറ്റേതിന് വാൻഡർ വാൽ സ്റ്റേറ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുക, ഇതിന് വിരിയാൽ സ്റ്റേറ്റ് ഓഫ് ഇക്വേഷൻ എന്നും നമ്മൾ ബേസിക്കലി പറയാറുണ്ട്. സോ അതിൻ്റെ ഒരു കുഞ്ഞ് ഡെറിവേഷൻ, അതിൻ്റെ കുഞ്ഞ് ഡെറിവേഷൻ അല്ല, അതിൻ്റെ ഒരു എന്താണ് ഫോർമാറ്റ് വെച്ചിട്ട്, അതായത് കമ്പയറിങ് ദ കോഎഫിഷ്യന്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്താണ് ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ബേസിക്കലി. അതായത് ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ അല്ല, നമ്മൾ ഈ വിരിയാൽ ഇക്വേഷൻ്റെ ഡെറിവേഷൻ അല്ല ചെയ്യുന്നത്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിങ്ങനെ വന്നതെന്നില്ല, ഐ ഡോണ്ട് തിങ്ക് എന്താണ് നമ്മൾ ആ ഡെറിവേഷൻ നമുക്കില്ല. പക്ഷേ ആ ഡെറിവേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതൊരു കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ സാധനം കണ്ടുപിടിക്കുകയാണ്. ബേസിക്കലി ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ബോയിൽസ് ടെമ്പറേച്ചർ എങ്ങനെയെങ്കിലും ഓക്കെ ലെറ്റ്സ് ട്രൈ ടു ഡിറൈവ് ദിസ്. ഇത് ഈ ഡെറിവേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ഓഫ് ഒരു കെമിസ്ട്രി ആൻഡ് മോർ ഓഫ് എ മാത്തമാറ്റിക്സ്. കുറേ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് എക്സ്പാൻഷനൊക്കെ കയറി വരുന്നുണ്ട് ഇതിൻ്റെ അടുക്ക്. അതുകൊണ്ട് ഐ വുഡ് സേ ഇത് കുറച്ചും കൂടി മാത്തമാറ്റിക്കലി എന്താണ് നമ്മളൊന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ ഈ അതായത് ഇതിൽ കുറേയൊക്കെ നമ്മളെന്താണ് ഇത് ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ സിമ്പിളാണ്, പക്ഷേങ്കിൽ ബേസിക് ആയിട്ട് അതായത് മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. നമ്മളിവിടെ എന്താണ് വേരിയബിൾസ് വെച്ചിട്ട് ഡീൽ ചെയ്യുന്നത്, പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ കോമൺ ഔട്ട് പുറത്തേക്ക് എടുക്കുന്നത് ഇവിടെ എങ്ങനെ ഈ 1 - b/v എന്നെല്ലാം വന്നത്. സോ അതൊക്കെ എന്താണ് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ, ഇത് v - b പെട്ടെന്ന് ഇങ്ങനെ 1 - b/v, ഇതൊക്കെ എന്താണ് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ബട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ ഒരു സ്റ്റെപ്പും മനസ്സിലാവില്ല. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്നാൽ ആകെ എനിക്ക് ഒരു ഡെറിവേഷൻ അല്ല, അതുകൊണ്ട് മാക്സിമം ഇതിൽ എന്താണ് കഴിഞ്ഞ ഇതിലെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറേജ് തീർന്നു പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു അതായത് ഒരു ടൈമിങ് ഇങ്ങനെ പോകുന്നുണ്ട്. 43 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റോപ്പ് ആയി പോകുന്നില്ല. അത്ര വരെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, എൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനി എന്താണ് അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്കുള്ള എൻ്റെ അവസാനത്തെ ഡെറിവേഷൻ ആ വാൻഡർ വാൽ ഇക്വേഷൻ കുറച്ച് സ്പീഡപ്പ് ആയി പോയ പോലെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ അത്ര സ്പീഡാക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് കഴിഞ്ഞ വീഡിയോ എനിക്ക് സാഹചര്യം കാരണം കുറച്ച് സ്പീഡപ്പ് ആയി പോയതാണ്. സ്റ്റോറേജും ഇല്ല, എങ്ങനെയെങ്കിലും വേഗം ആ ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ വേഗം തീർക്കണം എന്നില്ലോണ്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ചൊന്ന് സ്പീഡപ്പ് ആയി പോയത്. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പി വി സിക്കൽ ടു NRT, പി വി സിക്കൽ NRT എന്നല്ല, പി വി സിക്കൽ RT ഇൻറ്റു നല്ല ബ്രാക്കറ്റാണല്ലോ 1 + b/v + c/v² + d/vq + ഡോട്ട് അത്ര. അപ്പോൾ ഈ ഇക്വേഷനാണ് ബേസിക്കലി വിരിയാൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ ബി സി ഡി ഇതൊക്കെ എന്താണ് വിരിയാൽ ബി സി ഡി ഒക്കെ വിരിയാൽ കോഎഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. പിന്നെന്താ ഇതെന്തുകൊണ്ടാണ് ഈ ബി സി ഡി കൊണ്ട് എന്താണ് ഫിസിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിറ്ററലി മീനിങ് എന്താണെന്നില്ല, അതിൻ്റെ ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ട്. ഡെഫിനിഷൻ അല്ല, അതിൻ്റെ ചെറിയൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ തിയറി സെക്ഷനിൽ എടുക്കുമ്പോൾ ഇതേ വിരിയാൽ ഇക്വേഷൻ്റെ അന്നേരം ഞാൻ ഡെറിവേഷനെ പറ്റി ഞാൻ നോക്കുന്നുണ്ടാവില്ല. അതിൻ്റെ തിയറി ആസ്പെക്ട്സിലേക്ക് വരുന്ന സമയത്ത് ഈ ബി എന്താണ്, സി എന്താണ്, ഡി എന്താണെന്നല്ല ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നുണ്ടാവും. ഫോർ ദ ടൈം ബീങ് നൗ ജസ്റ്റ് ദിസ് ഇസ് ഇനഫ്. ഇനി നമ്മൾ ബോയിൽസ് ടെമ്പറേച്ചർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമം. അതിൻ്റെ ലാസ്റ്റ് എന്താണ് TB എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് ബി, ടെമ്പറേച്ചർ ഓഫ് ബോയിൽ. അപ്പോൾ ബോയിൽസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ എവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. വാൻഡർ വാൽസ് ഇക്വേഷൻ. സോ വാൻഡർ വാൽസ് ഇക്വേഷൻസ് ഈസ് P പ്ലസ് കൈ മാർക്കണ്ട P + a/v² ഇൻറ്റു v - b = RT. നമുക്ക് എങ്ങനെയെങ്കിലും P = എന്നുള്ള ടേംസിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ ഉള്ളത്. ഇതിനെ ഞാൻ എന്ത് ചെയ്ത് താഴേക്ക് എടുത്ത്
അപ്പോൾ ആർ ടി ഡിവൈഡഡ് ബൈ വി മൈനസ് ബി, അതായത് മൾട്ടിപ്ലിക്കേഷനിലുള്ള സാധനം അങ്ങോട്ട് പോയപ്പോൾ ഡിനോമിനേറ്ററിലെത്തി വി മൈനസ് ബി. ഇനി ഇവിടെ പി പ്ലസ് എ ബൈ വി സ്ക്വയർ സിക്കൽ ആർ ടി ബൈ വി മൈനസ് ബി എന്നല്ലത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് പി ഈ സീക്വൽ ടു എന്നുള്ള ടേംസിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്ത് ഈ പ്ലസ് എ ബൈ വി സ്ക്വയർ അപ്പുറത്തേക്ക് എടുത്ത്, അപ്പോൾ പി സിക്കൽ ടു ആർ ടി ബൈ വി മൈനസ് ബി, ഈ പ്ലസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് എ ബൈ വി സ്ക്വയർ. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, തിരക്ക് കാണിക്കുന്നില്ല. സോ ഇത്ര എത്തി. ഞാൻ ഇതൊന്നൊരു കാര്യം ചെയ്യാണ്, ഇതിപ്പോൾ ഇങ്ങനെ എഴുതി പി സിക്കൽ ടു ആർ ടി ബൈ വി മൈനസ് ബി മൈനസ് എ ബൈ വി സ്ക്വയർ. ഇനി ഞാൻ ഒരു കാര്യം ചെയ്ത് രണ്ടിലും ഡിനോമിനേറ്ററിൽ വി ഉണ്ട്. സോ ഞാൻ വിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്, സോ ആ 1/v കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ഇൻറ്റു ഇവിടെ ഒരു ആർ ടി ഡിവൈഡഡ് ബൈ ഇതിന്ന് വി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 മാത്രം ബാക്കി. ഇതിന്ന് വി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാനില്ല. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ആണ്. സോ ബി ബൈ വി മൈനസ് അതാണ് ഇത് ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എന്നാണ് ഞാൻ 1/v കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ എന്താ ബാക്കിയില്ല, വി സ്ക്വയറിന് ഒരു വി എടുത്തു കഴിഞ്ഞാൽ വി മാത്രം ബാക്കി. അപ്പോൾ നിങ്ങൾ അതിൽ ഇപ്പോഴും ചിലപ്പോൾ മനസ്സിലാണല്ലോ ഇതിങ്ങനെ ബി ബൈ വി എന്നല്ല. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഞാൻ ഇതേ വീനെ ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ സംഭവിക്കുക, ഇത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആ വീനെ ഞാൻ എന്ത് ചെയ്ത് ഉള്ളോട്ടേക്ക് എടുത്ത് വി ഇൻറ്റു 1 മൈനസ് ബി ബൈ വി ഞാൻ ഇനി ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ബി ബൈ വി എന്ന് എഴുതിയെന്നല്ല. വി ഇൻറ്റു 1 എത്രയാ, വി മൈനസ് വി ഇൻറ്റു ബി ബൈ വി. ഇതിവിടെ ഇങ്ങനെ ക്യാൻസൽ ആയി പോകുന്നതാണല്ലോ, വിയും ക്യാൻസൽ ആയി പോയിട്ട് ലാസ്റ്റ് ഇവിടെ ഇപ്പം എന്താ ബാക്കിയില്ല, വി മൈനസ് ബി. അതന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു സാധനത്തിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ടേം വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വി ആയിരുന്നു ഈ ബീൻ്റെ കൂടെ ഇല്ലാത്തത്, അപ്പോൾ അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റായി കൂടെ, അതായത് എന്താണ് അത് കോമൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും മാത്തമാറ്റിക്സ് പറഞ്ഞില്ല. ഇല്ലാത്ത സാധനം പുറത്തെടുക്കുന്നുണ്ട്, അത് ജസ്റ്റ് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തത്. കാരണം ഉള്ളിലോട്ടേക്ക് വീണ്ടും കയറ്റുന്ന ടൈമിൽ ഇവിടെ വി വന്നപ്പോൾ ന്യൂമറേറ്ററിൽ വി ഡിനോമിനേറ്ററിൽ രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് നമുക്ക് ആ ടേമിനെ ലാസ്റ്റ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇല്ലാത്ത ടേമിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ടേം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരു സിമ്പിൾ റൂള്. ഇതറിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ട് ഇവിടെ 1 മൈനസ് ബി ബൈ വി എന്ന് വന്നത്. പിന്നെ ഇവിടെ മൈനസ് ഓഫ് എ ബൈ വി, പിന്നെ ഇവിടെ 1/v പുറത്ത്. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഞാൻ വീണ്ടും കോമഡി കാണിക്കുകയാണ്. ഞാൻ ഈ വീനെ അത് നമുക്കിങ്ങനെ പി വി ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്. കാരണം എന്താ, നമ്മൾ വിരിയൽ ഇക്വേഷനിൽ പി വി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല. അപ്പോൾ ഈ വി കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ കളി മൊത്തം കളിച്ചത്. അല്ലെ വീനെ ഇവിടെ ഡിനോമിനേറ്റർ കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് പി വി എന്നാവില്ല. ഇവിടെ ഓൾറെഡി പി ഉണ്ട്, അപ്പുറത്തേക്ക് ഇത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പി വി അങ്ങനെ ആക്കേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്. ഐ എം ബേസിക്കലി ട്രൈങ് ടു ഡു ദിസ്. സോ ഞാൻ വീനെ ഇങ്ങോട്ടേക്ക് എടുത്ത്, സോ പി വി ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി ബൈ വി മൈനസ് എ ബൈ വി. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ ഡെറിവേഷന് ഇവിടുത്തം വരെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തം വരെ നമുക്ക് മെല്ലെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഈ പേപ്പറിനെ കൊണ്ട് കാര്യമില്ല, ഇവിടെ കേട്ടോ. ഓക്കെ, അതായത് യെസ്, പി വി ഈക്വൽ ടു ആർ ടി ഇൻറ്റു ഞാൻ ഇവിടെ ഇതിങ്ങനെയാണ് ഇവിടെ മൈനസ് ആണെന്ന് എഴുതിയ, അതായത് 1/x ഈക്വൽ ടു കാണുന്നില്ല അല്ലേ അല്ലേ, കുറച്ച് നിന്ന് മുമ്പോട്ടാകും. ഓക്കെ, 1/x ഈക്വൽ ടു എക്സ് റേസ് ടു -1 അല്ലെ 1/x² ഈക്വൽ ടു എക്സ് റേസ് ടു, അതായത് ഡിനോമിനേറ്ററിലാണ് നമ്മൾ ടേമില്ല, മുകളിലോട്ടേക്ക് അതിൻ്റെ പവർ പോകുമ്പോൾ അതിൻ്റെ നെഗറ്റീവായി പോകും, എക്സ് റേസ് ടു -1. എനിക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് എക്സ് റേസ് ടു -1 1/x എന്ന് എഴുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ പറയുന്ന 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി ബൈ വി എന്ന് പറയുന്ന ഈ ടേം ഉണ്ടല്ലോ, ഇതിപ്പോൾ പവർ 1 ആണ്. ഇത് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, 1 മൈനസ് ബി ബൈ വി ഹോൾ റേസ് ടു, കാരണം ഇവിടെ വേറെ സ്ക്വയറും ക്യൂബ് ഒന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റ് പവർ മാത്രമാണ്, അത് ഹോൾ റേസ് ടു -1. അപ്പോൾ എന്ത് ചെയ്ത് ആർ ടി ഇൻറ്റു ഈ താഴെയുള്ള സാധനത്തിന് മുകളിലെടുത്തതിൻ്റെ പവർ മൈനസ് പവർ ആക്കിയിട്ട് എഴുതി 1 മൈനസ് ബി ബൈ വി ഹോൾ റേസ് ടു -1 ഇതുണ്ട്, പിന്നെ മൈനസ് എ ബൈ വി ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്, ഇതെന്താ സാധനം, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ എ പ്ലസ് ബി ഹോൾ റേസ് ടു n ആണ്. ഇതാണ് നമ്മൾ +1 ഒക്കെ പഠിക്കുന്ന ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പാൻഷനാണ് ഇത്. എന്താണ് നമ്മൾ പൊതുവെ എഴുതുന്ന പോലെ NC0 a റൈസ് ടു n b റൈസ് ടു 0 പ്ലസ് NC1 a റൈസ് ടു n-1 b റൈസ് ടു 1 പ്ലസ് ഡോട്ട് ലാസ്റ്റ് അടുത്ത് വരെ NCn a റൈസ് ടു 0 b റൈസ് ടു n. പക്ഷെ ഇവിടെ അത്ര സിമ്പിൾ അല്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഇതുവരെ ഡീൽ ചെയ്ത് നമ്മൾ ആ +1 ഡീൽ ചെയ്തപ്പോൾ എന്താണ്, ഈ n എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു. അതായത് എന്തായാലും n എന്താണ് 0 ആവില്ല, n ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് വി ഓൺലി ഡെൽറ്റ് വിത്ത് പോസിറ്റീവ് നമ്പേഴ്സ്. ഈ ഇവിടുത്തെ പവറിൽ പോസിറ്റീവ് നമ്പേഴ്സ് വരുന്ന കേസ് മാത്രമേ നമുക്ക് ഇതിൽ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. സോ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ
എന്താണ് ഇപ്പോൾ ഞാനിപ്പം പറയുകയാണ് 1+x^10. ഇതൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. എന്താണ് കുറച്ചധികം കുറേ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എന്താണ് സിമ്പിളായിട്ട് ആൻസർ ഓരോന്ന് ജസ്റ്റ് ഇപ്പോഴത്തെ കാൽക്കുലേറ്ററിൽ എന്താണ് ആ പറയുന്ന പെർമ്യൂട്ടേഷനും കോമ്പിനേഷനിൽ അടിക്കാൻ വരെ ഓപ്ഷൻസ് ഉണ്ട്. NC0 എന്ന് അടിച്ചു കഴിഞ്ഞാൽ 5C0 എന്ന് അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 5 എന്നൊന്നും വരേണ്ടത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ തിയറി ഒന്നും. പക്ഷെ എന്താ അതുവരെ കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് -1th പവറാണ്. ഇത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് പൊതുവെ മാത്സിൽ എൻട്രൻസിലൊക്കെ എന്താണ് ജെയിലെല്ലാം ഈ സാധനം പഠിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത് പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താണ് അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് അത് വന്നതെന്നല്ലേ അവിടെ കാണിക്കുന്നില്ല, കുറച്ച് കോംപ്ലിക്കേഷൻ കൂടിപ്പോവും. സോ ഐ വുഡ് ജസ്റ്റ് കീപ് ദാറ്റ് പാർട്ട്. ഈ സാധനം തന്നെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. അതായത് ഈ എക്സ്പാൻഡ് ദിസ് 1 - b/v^-1 യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ, ദെൻ ഇറ്റ് ബിക്കംസ് ഇവിടെ RT അതേപോലെ തന്നെ ഉണ്ട്. ഈ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സാധനം കിട്ടി. ഞാൻ പറയില്ല ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കൂടുതൽ ഒരു എന്താണ് ഡെറിവേഷനിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഫില്ലം മൊത്തം ഇത് കെമിസ്ട്രി മാറിയതിന് മാത്തമാറ്റിക്സ് സെഷനായി മാറിപ്പോകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബേസിക്കലി ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1+b/v+b²/v² etc. അപ്പോൾ പിന്നെന്താ ഇവിടെ ഒരു -1/v പുറത്തുണ്ട്. എനിക്കെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധനം കമ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു RT കാണുന്നുണ്ട്, PV/RT. അപ്പോൾ എനിക്ക് RT എങ്ങനെയെങ്കിലും വേണം. പക്ഷെ RT വേണമെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതൊരു ടേമായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് വേറൊരു ടേമായിട്ട് കൺസിഡർ ചെയ്യുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമിൽ RT ഉണ്ട്. ഇതിനിപ്പോൾ ഒരു X എന്ന് പറയുന്നൊരു ടേമായിട്ട് കൺസിഡർ ചെയ്യുക. ഈ -a/v എന്നുള്ളത് ഒരു y ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊരു X-y ഫോർമാറ്റില്ല. Xൽ RT എന്ന് പറയുന്ന ടേം ഉണ്ട്. പക്ഷേ നമ്മൾ a/vൻ്റെ ഒപ്പം ഒരു RT എന്നുള്ള ടേം ഇല്ല. സോ രണ്ടിലുണ്ടെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്ത് RT വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് RT വെച്ചിട്ട് ഡിവൈഡ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ബേസിക്കലി ഞാൻ പെൻസിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ രണ്ടും എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഈ ടേമിൽ മാത്രം അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ -a/v × RT/RT. ഇനി ഞാനൊരു കാര്യം ചെയ്ത് എന്ത് ചെയ്ത് ഈ ന്യൂമറേറ്ററിലുള്ള RTനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് പിന്നെ എന്തുണ്ട് ഞാനൊരു കാര്യം ചെയ്ത് ഈ -a/v ആ സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അവിടെ എഴുതി കാണിച്ചു തരാം. -a/v × 1/RT എന്നല്ല ഈ സാധനം ഇങ്ങനെ ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്ത് നമ്മളെ എന്താ പറയേണ്ടത് നമ്മൾ ഏതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളെ ഈ ഒരു 1+b/v+b²/v². നമ്മളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ b²/v² മുതൽ ആ ടേംസ് നെഗ്ലിജിബിളി വളരെ സ്മോൾ ഡിഫറൻസ് ആണ്. നമ്മളിപ്പോൾ 0.0000001 അവിടെ ഈ ടേം അതായത് അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് ഈക്വൽ ടു 0. കാരണം ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. അതേപോലത്തെ ടേംസ് ആണ് ഈ b²/v². അതായത് ക്യൂബ് അതായത് പവർ മോളിൽ പോകുന്നവർ എന്താണ് നമ്മൾ ടേം കൂടുതൽ ഇൻസിഗ്നിഫിക്കൻ്റായും അതായത് ഈ നമ്പർ ഓഫ് സീറോസ് ഇങ്ങനെ കൂടി പോകുന്ന പോലെ വിചാരിച്ചാൽ മതി. സോ ഈ ടേം മുതൽ വലിയ പ്രസക്തിയില്ല, ഇതും പ്രസക്തിയില്ല. അങ്ങോട്ടേക്കൊന്ന് ഓൾമോസ്റ്റ് ഇത് +0+0+0+0. അതായത് ബേസിക്കലി ദീസ് ഓൾ ടേംസ് ആർ എന്താണ് നെഗ്ലിജിബിൾ. സോ ആ ടേംസിന് പ്രസക്തിയില്ല. നമ്മൾ ആകെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറച്ചൊരു കോൺട്രിബ്യൂഷൻ തരുന്നൊരു ടേം ഈ b/v എന്ന് പറയുന്ന ടേമാണ്. സോ നമ്മൾ എന്ത് ചെയ്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി. സോ b - a അതായത് പിന്നെന്താ മൈനസ് അതായത് ഇവിടെ a/RT ആണ്. a/RT ഡിവൈഡഡ് ബൈ ഇതുണ്ട് v. ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഈ v എന്താണ് ഡിനോമിനേറ്ററിൽ വന്ന് b - a/RT. എനിക്ക് വേണ്ടിയെങ്കിൽ ഈ വീനെ ഇവിടെ എഴുതാം, പക്ഷേ ഞാൻ അതിനെ താത്തിയിട്ട് എഴുതിയതാണ്. സോ ഇതിപ്പോൾ എന്തായാലും 1/v ഇപ്പുറത്തേക്ക് എന്താണ് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ഇവിടെ തന്നെ v വരും. പക്ഷേങ്കിൽ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് അതായത് നമ്മളെ ഫോർമാറ്റിൽ ഒരു b/v ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഫോർമാറ്റിൽ കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ അറിഞ്ഞുകൊണ്ട് എന്താണ് ഓൺ പർപ്പസ് ഞാൻ ഇതിനെ വീനെ ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഞാൻ അങ്ങനെ എഴുതി. സോ ഇവിടെ 1 + 1 അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ പറയില്ല ഈ ടേംസിനെ കൊണ്ട് ഇതിപ്പോൾ ഇതിലേക്ക് മൾട്ടിപ്ലൈ ആവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നെഗ്ലിജിബിളി 0 ആയതുകൊണ്ട് ഇറ്റ്സ് ഓഫ് നോ യൂസ്. ഇതിനെ കൊണ്ട് നമ്മൾ ആകെ ഇൻട്രസ്റ്റ് ഈ ഒരു ഒറ്റ ടേമിൽ മാത്രമാണ്, ജസ്റ്റ് ദിസ് ടേം. അപ്പോൾ 1+b - a/RT ഡിവൈഡഡ് ബൈ v +b² പോയി. ഇറ്റ്സ് നോ യൂസ്. ഇവിടെ എന്തുണ്ട് PV =
ഇവിടെ നിങ്ങളിപ്പം കാണുന്നുണ്ട്, ഞാൻ ആ ഇക്വേഷൻ കാണിച്ചാൽ വീണ്ടും വിരിയൽ ഇക്വേഷൻ ഇതാ. ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് നോക്കും. പി വി ഈ ഇക്വേഷന് പി വി ആർ ടി 1 ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തോ ഒരു ടേം ഉണ്ടല്ലോ. സോ ദാറ്റ് ഈസ് അവർ ബി എന്ന് പറയുന്ന സംഭവം. ബി ഡിവൈഡഡ് ബൈ വി ഉണ്ട്, പിന്നെ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതായത് ഈ ബി സ്ക്വയറിന് പകരം നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ കോഫിഷ്യൻ്റ് ആയിട്ട് എഴുതിയാലും മതി, പ്രശ്നമില്ല. പക്ഷെ ഞാൻ കമ്പയറിങ് ദ കോഫിഷ്യൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു ബി ക്യൂബ് ബൈ ഡി ക്യൂബ് എന്നൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആണ്, അതുകൊണ്ട് ഞാൻ എഴുതാത്തത്. അതിന് പ്രത്യേകിച്ച് അതിനെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. സോ വി അസ്യൂം ഇറ്റ് ഇസ് ടു ബി 0. പക്ഷെ അത് ടേം ആടെ ഉണ്ട്, അങ്ങനെയുള്ള ടേം ആടെ ഉണ്ട് എന്നല്ല, എന്താണ് ഇറ്റ് മേ ബി ദർ, പക്ഷെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല, അതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല എന്നല്ലോ. ഈ എന്താണ് ഡി ബൈ വി ക്യൂബ്, ബി ക്യൂബ് ബൈ വി ക്യൂബ് എന്നല്ല ഡി ബൈ വി ക്യൂബ്. ഇനിയിപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആ ഫോർമാറ്റ് കിട്ടി. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ബി ഇസ് ഈക്വൽ ടു ബി, അത് ഞാൻ രണ്ട് കോഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. സോ അങ്ങനെ കമ്പയറിങ് ദ കോഫിഷ്യൻസ് വി അസ്യൂം എന്താണ് അവിടെ പോയി റെഡ് തന്നെ, ദിസ് ക്വാണ്ടിറ്റി ദിസ് ബി മൈനസ് എ ബൈ ആർ ടി ഇസ് ഈക്വൽ ടു ഈ പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ബി. അത് വിരിയൽ കോഫിഷ്യൻ്റ് ആയില്ല, ക്യാപിറ്റൽ ലെറ്റർ ബിക്ക് ഈക്വൽ ആണ്. സോ ഞാനെടുത്ത് ക്യാപിറ്റൽ ലെറ്റർ ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ആർ ടി. ഇനിയൊരു കാര്യം ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ വിരിയൽ കോഫിഷ്യൻ 0. ഈ അസ്യൂം ക്യാപിറ്റൽ ലെറ്റർ ബി ഇസ് ഈക്വൽ ടു 0. അതെന്താണ് ക്യാപിറ്റൽ ലെറ്റർ ബി എന്നില്ല, ആക്ച്വലി ഒരു കുഞ്ഞ് ഡെഫിനേഷൻ ഉണ്ട്, അത് ഞാൻ ഒരു തിയറി ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നില്ല. സോ കാരണം നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളെ എന്തായിരുന്നു മെയിൻ ലക്ഷ്യം? ഇവിടെ കാണുന്നുണ്ടോ, ബോയിൽസ് ടെമ്പറേച്ചർ, വി വാണ്ട് ടു ഫൈൻഡ് ടെമ്പറേച്ചർ. സോ ആ ടീനെ എങ്ങനെയെങ്കിലും ഒരു ഇക്വേഷൻ കിട്ടിക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ബീനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. ഇനി ഈ ബി മൈനസ് എ ബൈ ആർ ടി, അതായത് ബി മൈനസ് എ ബൈ ആർ ടി ഇസ് ഈക്വൽ ടു 0. ഒരു കാര്യം ചെയ്ത് ഈ എ ബൈ ആർ ടി മൈനസ് എ ബൈ ആർ ടി അപ്പുറത്തേക്കോട്ടെ. സോ ബി ഇസ് ഈക്വൽ ടു എ, ഇത് മൈനസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എ ബൈ ആർ ടി അല്ല ടി ബി, ബിക്കോസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോയിൽസ് ടെമ്പറേച്ചർ ആണ്. അതിൻ്റെ കാര്യം ചെയ്യുക, ഈ ടി ബി ഇങ്ങോട്ടേക്ക് വരട്ടെ, ഈ ബി ഇപ്പുറത്തേക്കോട്ടെ. സോ ഇതാ ഈ കേസിൽ ബി ഇസ് ഈക്വൽ ടു എ ബൈ ആർ ടി ബി. ഒരു കേസ് കൺസിഡർ ചെയ്യുക, ടി ബി ഇങ്ങോട്ട്, ബി ഇങ്ങോട്ടേക്ക്. സോ ടി ബി ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ദിസ് സ്മോൾ ലെറ്റർ ബി. ഈ സ്മോൾ ലെറ്റർ എയും ബി എന്താ? ദിസ് ഇസ് വാൻഡർവാൾസ് കോൺസ്റ്റന്റ് ഓർ ഇറ്റ് ഇസ് കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്യാസ്. അത് എല്ലാ ഗ്യാസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഹാസ് എന്താണ്, അത് രണ്ട് കോൺസ്റ്റൻസ് ആണ്. എല്ലാ ഗ്യാസിനും ഉണ്ടാകുന്ന രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് എയും ബി, അല്ലെ വി കോൾ ഇറ്റ് വാൻഡർവാൾസ് കോൺസ്റ്റൻസ്. സോ ബോയിൽസ് ടെമ്പറേച്ചർ ടി ബി ഇസ് ഈക്വൽ ടു എ ബൈ ആർ ബി. ഇതാണ് ബേസിക്കലി ബോയിൽസ് ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ, ഡെറിവേഷൻ യൂസിങ് വിരിയാലിൻ്റെ നമ്മളെ ചെങ്ങൈൻ്റെ കഥ. സോ നമ്മൾ എനിക്ക് മതിയായി ചെങ്ങനെ എന്താണ്, ഐ ഹാഡ് ഇനഫ് ഓഫ് ദിസ് പേഴ്സൺസ് ഡ്രാമ ആൻഡ് ദിസ് ഗെയിം ഇസ് ഓവർ. അപ്പോൾ ഏതായാലും നമ്മളെന്താണ് ഈ ഡെറിവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഞാൻ എന്താണ് ഈ ഡെറിവേഷൻ, പ്രധാനപ്പെട്ട ഡെറിവേഷൻ എനിക്കിനി എന്താണ് ഇനിയും ഡെറിവേഷൻ ഇതിൽ വരാനുണ്ടോ എന്നറിയില്ല, കാരണം പാഠം തീർന്നിട്ടില്ല. പക്ഷേ വിൽ സി. ഏതായാലും ഇതുവരെ എടുത്ത പാഠങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഇതാണ് 4 ഡെറിവേഷനെ ഞാൻ പറഞ്ഞ പ്രോമിസ് ഞാൻ പാലിച്ചിട്ടുണ്ട്. 4 ഡെറിവേഷനെ ഞാൻ തീർത്ത്. സോ മൈ നെക്സ്റ്റ് ഫോക്കസ് ഇസ് തിയറി. ഞാൻ എന്തായാലും ഇന്ന് തിയറി ഞാൻ പറഞ്ഞ പോലെ ഇത് 2 പാർട്ടിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് ഞാൻ ചിലപ്പോൾ 4th പാർട്ട് കൂടി അവതരിപ്പിക്കേണ്ടി വരും. സോ ദാറ്റ് ഞാൻ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എന്താണ് ഇനി തിയറിയിലേക്കായിരിക്കും, ഇനി കംപ്ലീറ്റ് തിയറി, ഡെറിവേഷൻ മൊത്തം കഴിഞ്ഞ് ഇനി കംപ്ലീറ്റ് തിയറിയിലേക്കായിരിക്കും നമ്മളെ ശ്രദ്ധ. ഓക്കെ, സ്മോൾ ബ്രേക്ക്. ഓക്കെ, തിയറി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ തിയറി. സോ എന്താണ് ഇതിൽ നമ്മളെന്താണ് കുറച്ച് അധികം ഇക്വേഷൻസും കുറച്ചധികം ഡെറിവേഷൻസും അത്യാവശ്യം അധികം തിയറിയും വരുന്നുണ്ട്. സോ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഞാൻ ഇതിനെ 3 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്ത് ഈ പേപ്പേഴ്സിൽ ഞാൻ എന്താണ് കംപ്ലീറ്റ് ഡെറിവേഷൻ എഴുതിയിട്ടുണ്ട്. ഇത് തിയറി എന്ന് വേണ്ടിയൊക്കെ പറയില്ല, കുറച്ചും കൂടി മോർ ഇക്വേഷൻസ്. അതിൽ ഞാൻ ഒരു 1-2 ഗ്രാഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറ്റുന്ന പോലത്തെ. കുറേയൊക്കെ ഇക്വേഷൻ വരുന്നത് അതാ ഈ ഇക്വേഷൻസിൽ എന്തിനാ ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ ന്യൂമറിക്കൽസിൽ വരും. വേണ്ടിക്കൽ അത് ലൈറ്റ് അടിക്കണ്ടല്ലോ, തിങ് നൗ ഇറ്റ്സ് ഫൈൻ. പിന്നെ എന്താ ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻ, കൊളീഷൻ നമ്പർ, കൊളീഷൻ ഫ്രീക്വൻസി, മീൻ ഫ്രീ പാത്ത്. പക്ഷേ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ ആദ്യം ഇതിൻ്റെ തിയറിയിലേക്ക് ഞാൻ വരുന്നുണ്ട്. സോ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം ഈ പേജും കൂടി പറയാനുണ്ട്. സോ അതിന് മുൻപ് നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ തിയറി. യെസ്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ഒരു പ്രിൻ്റ് തന്നെ, ഒരു മെറ്റീരിയൽ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർലി ബീങ് സീൻ. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മളെ മെറ്റീരിയൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഈ മാക്സ്വൽ ഡിസ്ട്രിബ്യൂഷനോ മോളിക്കുലർ ആ ഭാഗം ഞാൻ എത്തുമ്പോൾ
ഞാൻ എന്തായിരിക്കുന്നുണ്ടാവും ഒരു ഇക്വേഷൻസ് ഈ ഒരു നമ്മളെ സാധനം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പോൾ ഈ നോട്ട് ആവശ്യമില്ല. സോ ഇപ്പം എനിക്ക് ആവശ്യമില്ല ഇത്. ഐ നീഡ് ദിസ് ഹൈലൈറ്റർ, ഐ നീഡ് ദിസ് റെഡ് പെൻ, ഐ നീഡ് ദിസ് ബ്ലൂ പെൻ ആൻഡ് ഐ ഡോണ്ട് നോ വൈ, ബട്ട് വെറുതെ തൽക്കാലത്തേക്ക് സ്കീലയുടെ ഒരു കമ്പനിക്ക് ഇരിക്കട്ടെ ഈ. ഓക്കെ ഫൈൻ. സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഐ വുഡ് ലൈക്ക് ടു എന്താണ് ഞാൻ ഉണ്ടാക്കിയൊരു മെറ്റീരിയലാണ്. ഞാൻ സ്വന്തം ഉണ്ടാക്കിയതല്ല, പക്ഷേ ഞാൻ കുറച്ച് ഹെൽപ്പൊക്കെ എടുത്തിട്ട് ടെക്നോളജീൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു മെറ്റീരിയലാണ് ഇത്. സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമുക്കതിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത്, ഞാൻ പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നിങ്ങൾ സ്വയം പഠിക്കുക. റിയൽ ഗ്യാസ് വേഴ്സസ് ഐഡിയൽ ഗ്യാസിന് ഒരു കുഞ്ഞ് പെട്ടി പഠിക്കാനുണ്ട്. റിയൽ ഗ്യാസിൻ്റെ ഫീച്ചേഴ്സും ഐഡിയൽ ഗ്യാസിൻ്റെ ഫീച്ചേഴ്സും ഒരു ടേബിളായിട്ട് പഠിക്കാനുണ്ട്. സോ എന്ത് ചെയ്യുക, അത് നിങ്ങൾ സെപ്പറേറ്റ് ടേബിളായിട്ട് തന്നെ പഠിക്കുക. ഇനി ഞാൻ എന്താണ് അത് ഭാഗം സ്കിപ്പ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിനെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് അടുക്കുകയാണ്. ദ കൈനറ്റിക് തിയറി 8 പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. സോ വെറുതെ ഞാൻ ഇത് വായിച്ചു പോകുന്നുണ്ടാവില്ല, എന്താണ് കുറേ കൂടി നമ്മളെ കുറച്ചും കൂടി റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം. 8 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. വെറുതെ വായിച്ചു പോകാനാണെങ്കിൽ ഇത് ആരെ കൊണ്ടും പറ്റും, പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ഈസ് ഐ തിങ്ക് ദ എസെൻസ് ഓഫ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് എ കോൺസെപ്റ്റ്. സോ അതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ പോസ്റ്റുലേറ്റ് നമ്പർ 1 എങ്ങനെ പോസ്റ്റുലേറ്റ് നമ്പർ 1 എൻ്റെ റിയൽ ലൈഫായിട്ട് എന്ത് ബന്ധമില്ലത്? നിങ്ങൾക്ക് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ബേസിക്കലി മൈൻഡിൽ നിൽക്കാൻ പോകുന്നില്ല. ദാറ്റ്സ് എ വെരി ഹാർഷ് ട്രൂത്ത്. ഞാൻ എൻ്റെ അടുക്ക് ഹാർഡ് റിയാലിറ്റി പറയേണ്ടതെന്ന് വിചാരിച്ചത്, പക്ഷേ അതാണ് ഞാൻ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഫൈൻഡ് സം ഓർ ദി അതർ കൈൻഡ് ഓഫ് വേ സോ ദാറ്റ് യു ക്യാൻ റിലേറ്റ് ദിസ് തിങ് വിത്ത് maybe probably anything, with this highlighter, with this fan, with this table, anything. ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. ഐ വിൽ ബി ട്രൈങ് ടു ഡു ദ എക്സാക്ട്ലി ദാറ്റ് സെയിം തിങ്. പോസ്റ്റുലേറ്റ് നമ്പർ 1, ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ഓക്കെ, എന്താണ് ഞാൻ വെറുതെ വിശ്വസിക്കുന്നില്ല. ഒരു ഗ്യാസ് എടുക്കുമ്പോൾ അതിലെന്താണ് കുറേ കുഞ്ഞ് അതായത് ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് ഇട്ട് ബേസിക്കലി ഹൈഡ്രജൻ ആറ്റം ഇട്ട് ഇതിൽ കുറേ ഡോട്ട് കുറേ ഹൈഡ്രജൻ്റെ കുഞ്ഞ് ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ദ ഗ്യാസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. അതായത് മോളിക്യൂൾസ് ബേസിക്കലി അത് H2 അല്ലെങ്കിൽ O2 എന്ന്, പക്ഷേ ഹീലിയം പോലത്തെ ഗ്യാസ് ഒക്കെയാണ് അത് ജസ്റ്റ് He. അത് നോബിൾ ഗ്യാസ് ഓൾറെഡി അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, അതിന് വേറെ ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യേണ്ട ബേസിക്കലി ആവശ്യം വരുന്നില്ല. സോ നോബിൾ ഗ്യാസിൻ്റെ കേസസിൽ കുഞ്ഞ് ആറ്റംസ് ആയിരിക്കും H. ഇതിൻ്റെയൊക്കെ കേസിൽ മോളിക്യൂൾസ്, എ പെയർ ഓഫ് ആറ്റംസ്. സോ ഇങ്ങനെ ഡോട്ട് കുറേ കുഞ്ഞ് കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. സോ എന്താണ് നമ്മൾ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എക്സാമ്പിൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഒരു ബലൂണ് കൺസിഡർ ചെയ്യുക. ബലൂൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബലൂൺ ഇല്ല. ഏതായാലും എന്താണ് അതിനിടെ ബലൂൺ ഡെസ്പെററ്റ്ലി ഒരു ബലൂൺ എടുക്കുവാണ്. നമ്മൾ വിചാരിക്കും ബലൂൺ എന്താണ് നമ്മൾ ഊതി ബലൂണ്, പക്ഷേ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ എന്താണ് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ വലിയ എന്താണ് നമ്മൾ വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എംപ്റ്റിയാണ് അതിലൊന്നുമില്ല. പക്ഷേ അന്നേരം പോലും നമ്മൾ ബേസിക്കലി ഇപ്പോൾ നമ്മളെ വായു കൊണ്ടാണ് ഊതുന്നതെങ്കിൽ ബേസിക്കലി എന്താണ് അതിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ബേസിക്കലാണ്. വി ആർ എക്സൈലിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുഞ്ഞ് കുറേ നമ്മൾ പോലും കാണാത്ത വളരെ ചെറിയ ഡോട്ട് കുറേ മോളിക്യൂൾസ് ഉണ്ടാവും, കുറേ ആറ്റംസ് ഉണ്ടാവും ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അല്ല നമ്മളിപ്പോൾ ഹീലിയം വെച്ച് നിറയ്ക്കുന്ന ബലൂണുണ്ട്, മറ്റേ ഹൈഡ്രജൻ വെച്ചിട്ട് നിറയ്ക്കുന്ന ബലൂണുണ്ട്. അതൊക്കെ കുറച്ചും കൂടി നല്ല വലുപ്പത്തിൽ നിൽക്കുന്നുണ്ടാവും. അങ്ങോട്ട് നമ്മളെ ഉത്സവ പറമ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈഡ്രജനോ ഹീലിയം വെച്ചിട്ടെല്ലാം നിറച്ച ബലൂണായിരിക്കും. ഇറ്റ് ലുക്സ് വെരി നൈസ്. സോ അത് നമ്മൾ വിചാരിക്കും ഇതിലൊന്നുമില്ല, പക്ഷേ എങ്കിൽ നമ്മൾ പോലും കാണാത്ത അത്രയും എന്താണ് വെരി സ്മോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡെഡിക്കേറ്റഡ് ഉണ്ട്. സോ ഐ ഹോപ്പ് യുവർ പീപ്പിൾ ആർ കൺവിൻസ്ഡ് ദാറ്റ് ഗ്യാസ് പോസ്റ്റുലേറ്റ് നമ്പർ 1, ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇങ്ങനെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കെമിസ്ട്രി എന്നല്ല ഏത് സബ്ജക്റ്റിലെ ഏത് ടോപ്പിക്കും അല്ലെങ്കിൽ ഇനി എന്താണ് പഠിക്കുന്ന കാര്യങ്ങളെന്നല്ല നിങ്ങൾ ലൈഫിൽ ഇനി എന്താണ് എക്സ്ട്രാ നോളജ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെ വേറെ എന്ത് കാര്യം ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് നോളജ് അതിനെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. അബ്സ്ട്രാക്റ്റ് ആയിട്ട് കുറേ എന്താണ് കോംപ്ലക്സ് ആക്കി പഠിക്കുന്ന പകരം try to learn it as simple as possible. Try to connect with the things that you actually see in the life. Okay, postulate number 2. The actual volume of കുഞ്ഞി പെന്നൊക്കെ ഇടാം. The actual volume of a gas particles is negligible compared to the volume of the container. ഇത് ബേസിക്കലി തെറ്റാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ആളുകൾ വിചാരിച്ചത്
എന്താണ് ഈ കണ്ടെയ്നറിന്, അതായത് ഇപ്പോൾ ഒരു കണ്ടെയ്നറിന് അതിൻ്റെതായ ഒരു വോളിയം ഉണ്ടാവും. അത് ലെറ്റ്സ് സേ ഒരു 500 ml. പക്ഷേ നമ്മളിപ്പോൾ അതിലൊരു ഗ്യാസ് മോളിക്യൂൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതിൻ്റെ ഒരു വോളിയം ഉണ്ടല്ലോ, അത് ബേസിക്കലി നെഗ്ലിജിബിൾ, ഓൾമോസ്റ്റ് അപ്രോക്സിമറ്റ്ലി 0 ml എന്ന് വിചാരിക്കും. അതായിരുന്നു നമ്മൾ വാൻ ഡെർ വാൽസിൻ ഇക്വേഷനിൽ നമ്മൾ എടുത്ത ഹൈപ്പോതിസിസ്, ദാറ്റ് വോളിയം ഓഫ് എ ഗ്യാസ് ഇൻസൈഡ് എ കണ്ടെയ്നർ ഇസ് സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് നെഗ്ലിജിബിൾ. അതുകൊണ്ടാണ് വാൻ ഡെർ വാലിനൊരു വോളിയം കറക്ഷൻ്റെ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ നമ്മൾ എന്താണ് കൈനറ്റിക് തിയറി ഫ്രം 0 എന്ന് പഠിക്കുകയാണ്. സോ നമ്മളിതിൽ ഫസ്റ്റ് പോസ്റ്റിൽ ചിലപ്പോൾ അത് കണ്ടിട്ട് ചിലപ്പോൾ ആ ഡെറിവേഷൻ കണ്ടിട്ട് ഈ ഡെറിവേഷനിൽ ഇവിടെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ പോസ്റ്റിലേറ്റ് തെറ്റായെന്നില്ല, ഓൾറെഡി പ്രൂവ് ചെയ്തില്ല. പക്ഷെ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്തത്, ഇതൊക്കെ ഓരോ അസംഷൻസ് ആയിരുന്നു ബേസിക്കലി, ബേസ്ഡ് ഓൺ സം എക്സ്പെരിമെൻറ്റ്സ്, ബട്ട് ഇറ്റ് വെയർ മോസ്റ്റ്ലി അസംഷൻസ്. സോ ഐ തിങ്ക് ഇതിൽ ചിലതൊക്കെ ബേസിക്കലി എന്താണ് പിന്നീട് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസ് പ്രൂവൺ റോങ്. The actual volume of gas particles is negligible compared to the volume of the container. The particles themselves are very, very small. Most of the space inside a gas is empty, not particles. ഞാനിപ്പോൾ മുൻപത്തെ പറഞ്ഞ ഇതില്ലേ, നമ്മൾ വളരെ അതായത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ര എന്താണ് മോളിക്യൂൾസ് ആണ് നമ്മൾ ബേസിക്കലി ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബേസിക്കലി അതിൻ്റെ വോളിയം ഇപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റാത്ത സാധനത്തിന് പിന്നെ എന്ത് വോളിയം മെഷർ ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എണ്ണ നിറച്ച് ഒരു ബോട്ടിൽ നമ്മൾ എന്താണ് വെളിച്ചെണ്ണ നിറച്ച്, അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 500 ml ആണ്, അല്ല 500 ഗ്രാമാണ് ബേസിക്കലി, എന്താണ് അല്ല 500 ഗ്രാം എന്ന് പറയാൻ പറ്റില്ല, 500 ml എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യും. ഇത് ഗ്യാസിന് ഇതിപ്പോൾ അത് വെളിച്ചെണ്ണയ്ക്ക് ബേസിക്കലി ലിക്വിഡാണ്, ടൈപ്പ് ഓഫ് ലിക്വിഡാണ്. ഇതിപ്പോൾ എന്താണ് ഒരു ഗ്യാസിന് നമ്മളിപ്പോൾ എങ്ങനെ അതിൻ്റെ വോളിയം മെഷർ ചെയ്യുക. സോ അന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിച്ചത് എന്താണ്, ഇത് ആക്ച്വൽ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് നെഗ്ലിജിബിൾ. പിന്നെന്താ, ഇമാജിൻ എ ഹ്യൂജ് ക്ലാസ് റൂം വിത്ത് ഓൺലി 5 ants ഇൻസൈഡ്. ദ ആൻസ് ഓക്യുപ്പൈ ഓൾമോസ്റ്റ് നോ സ്പേസ്. നമ്മൾ ഒരു വലിയൊരു ക്ലാസ് റൂം അതിൽ ഒരാകെ, അതായത് മനുഷ്യന്മാരുമില്ല, 5 കുഞ്ഞ് ഉറുമ്പുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ 5 കുഞ്ഞു ഉറുമ്പുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റൂമിനൊന്നും ചെയ്യാൻ പറ്റൂല. അതൊന്നും എന്താണ്, നമ്മൾ ചിലപ്പോൾ എന്താണ് കുറേ പാറ്റകളും ഈച്ചകളും പ്രാണികളെല്ലാം നമ്മളെ ക്ലാസ് റൂമിലെല്ലാം കാണുന്നുണ്ടാവും. പക്ഷേ അല്ല, അങ്ങനെയല്ല, അത് ചിലപ്പോൾ അവിടെ ഇടിക്കലുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒരു ഉറുമ്പൊക്കെ ഇങ്ങനെ നടന്നു നമ്മൾ പെട്ടെന്നൊന്നും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ബേസിക്കലി പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസ് ഉറുമ്പുകളെ പോലെ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണാമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇതിനെ പ്രത്യേകിച്ച് ഒരു വോളിയം ഒന്നുമില്ല, ഇത് എന്താണ് ഇതിൻ്റെ വോളിയം കൺസിഡർ ചെയ്തില്ലെങ്കിൽ എല്ലാം കണക്കല്ലേ, എന്താണ് വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഈവൺ ടോക്കിംഗ് അബൌട്ട് ദിസ് മാറ്റർ. ഇതിൻ്റെ വോളിയത്തിനെ പറ്റിയിട്ട് എന്തിനാ ഡിസ്കഷൻ, ലെറ്റ്സ് അസ്യൂം ടു ബി 0. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. അതിനിപ്പോൾ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് വോളിയം ഉണ്ട്. വെള്ളത്തിനെ പോലെയാണ്, വെള്ളത്തിനൊന്നും നമുക്കിങ്ങനെ മറ്റേ പിസ്റ്റൺ വെച്ചിട്ട് ഇങ്ങനെ അതിനെ കംപ്രസ് ചെയ്ത് കളയാൻ പറ്റുമെന്നില്ല, ബിക്കോസ് അതിൽ അത്യാവശ്യം സിഗ്നിഫിക്കൻറ്റ് വോളിയം ഉണ്ട്. നമ്മൾ വെള്ളത്തിനെ കംപ്രസ് ചെയ്യാൻ നോക്കിയാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. നിങ്ങൾ എപ്പോഴെങ്കിലും വെള്ളം കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. കംപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം റൗണ്ട് കൂടെ എല്ലാം എന്താണ് വെള്ളം പുറത്തേക്ക് വന്നത്. ബേസിക്കലി വാട്ടർ ഇസ് ലിക്വിഡ്സ് ആർ ബേസിക്കലി ഇൻകംപ്രസിബിൾ ഇൻ നേച്ചർ. പക്ഷേ ഗ്യാസിന് നമുക്ക് നല്ല കംപ്രസ് ചെയ്തിട്ട് നമുക്ക് വിചാരിക്കുന്ന രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് പോസ്റ്റ്ലേറ്റ് നമ്പർ 2. സോ ഞാനൊരു സമയം എടുത്തിട്ട് തന്നെ പോകുന്നില്ല, കാരണം ഈ 8 കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പാഠം ബേസിക്കലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ ദിസ് 8 പോസ്റ്റ്ലേറ്റ്സ്. So let's try postulate number 3. Gas particles are in continuous random motion. നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പാർക്കിൽ വിട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ സ്ട്രേറ്റ് ലൈനിൽ 1 2 3 4 5 6 7 അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഇവരിങ്ങനെ എന്താണ് ഒരു സ്ട്രേറ്റ് പാത്തിലൊന്നും ആയിരിക്കും. എങ്ങനെയെങ്കിലും ആലാക്കിൻ്റെ പിള്ളമാർ എന്താണ് ആടെ ഓടി ഈടി തലയടിച്ച് ബെൻഡായി എങ്ങനെയെങ്കിലും ഒരു റാൻഡം മോഷൻ എങ്ങനെയെങ്കിലും സിക്സാഗ് ആയിട്ടോ അല്ലെങ്കിൽ റൗണ്ടിലോ ഏതെങ്കിലും ചിലപ്പോൾ കാട്ടിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയെങ്കിലും ആയിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോൾ ഇങ്ങനെ ഗോ ഇൻ സം കൈൻഡ് ഓഫ് റാൻഡം മോഷൻ. അതേപോലെ തന്നെ ഗ്യാസസും കുട്ടികളും ഗ്യാസസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. കുട്ടികളും റാൻഡമായിട്ട് ഓടുന്നത്, ഗ്യാസസും റാൻഡമായിട്ട് തന്നെ ഓടുന്നത്. ഇഫ് യു സ്പ്രേ പെർഫ്യൂം ഇൻ വൺ കോർണർ ഓഫ് എ റൂം ദ സ്മെൽ സ്പ്രെഡ്സ് എവറിവെയർ. നമ്മൾ ഇപ്പോൾ ഒരു കോർണറിൽ, അതായത് ഇതിപ്പോൾ ഒരു കോർണർ, ഒരു റൂമിൻ്റെ ഒരു കോർണർ, ഞാൻ ഇവിടെ നിന്നാണ് നമ്മളെ ഊതോ അത്തറോ എന്തെങ്കിലും ഫോഗോ ഞാനൊക്കെ ഉപയോഗിക്കുന്നത്, ഞാൻ ഫോഗൊന്നും ഉപയോഗിക്കില്ല, പക്ഷേ പരസ്യത്തിലെല്ലാം കാണാം ഫോഗ്, ദ എവർ ലാസ്റ്റിംഗ് പെർഫ്യൂം, ഭയങ്കര എന്നൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് ഫോർ 48 hours എന്നെല്ലാം കേൾക്കലുണ്ട്. ഇത് ഇവിടെ ഒരു ഫോഗിൻ്റെ ഒരു പെർഫ്യൂം ഇവിടെ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ, പക്ഷേ നമ്മൾ കാണുമോ ചിലപ്പോൾ ഇങ്ങേ അറ്റത്തിൽ ആൾക്കെല്ലാം ചിലപ്പോൾ അതിനെ മണം അടിക്കുന്നുണ്ടാവും. കാരണം ആ പെർഫ്യൂം
ചിലപ്പോൾ നമ്മളെ മൂക്കിൻ്റെ ഇങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുക്കുന്നതിൻ്റെ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ അങ്ങ് അടിച്ച് ചിലപ്പോൾ പെർഫ്യൂമിന് മണം അടിക്കുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഗ്യാസ് സ്പ്രെഡ്സ് ത്രൂ ഔട്ട്. അത് എങ്ങനെയെങ്കിലും റാൻഡമായിട്ട് എങ്ങനെയെങ്കിലും ഒരു പാത്ത് കൂടെ അത് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പക്ഷേ എന്താ നമ്മളെ മൂക്കിൽ എത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന സംഭവം തന്നെ. ആരെങ്കിലും ഒരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ പറയൂ, എടാ എന്തിനാടാ എന്താണ് വെറുതെ എന്താണ്. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരാൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തിരിയും. അത് നമ്മളെ മൂക്കിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ റാൻഡം മോഷനിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ മൂക്കിൽ അതങ്ങ് എത്തിക്കോളും. അത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായില്ല, ബട്ട് എങ്ങനെയെങ്കിലും എത്തുന്നുണ്ട്. ദിസ് മോഷൻ ഇൻക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഗ്യാസ് മോളിക്യൂൾസിൽ ഭയങ്കര റാൻഡം മോഷനിലാണ് പോകുന്നതെന്നല്ല. ഈ റാൻഡംനെസ് അതായത് ഇതിൻ്റെ സ്പീഡ് മോഷൻ, അതായത് മോഷൻ ബേസിക്കലി മൂവ്മെൻറ്റ്. ഇതിന് ടെമ്പറേച്ചറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കുട്ടികൾക്ക് മറ്റേ ഐസ്ക്രീം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കുട്ടികളുടെ അടുത്ത് പറയണത്, അതായത് കുട്ടികൾക്ക് കുറച്ച് എനർജി കൊടുക്കുക, എങ്ങനെ കൊടുക്കുക, അതിൻ്റെ അടുത്ത് പറയണത് ഇനി വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഐസ്ക്രീം വരും, അല്ലെങ്കിൽ ഐ വിൽ ഗിവ് യു എ ചോക്ലേറ്റ്. പിന്നെ ഉണ്ടോ മക്കളെ ഒരു കുട്ടികൾ പിന്നെ ഒരു ഓട്ടത്തിന് സ്പീഡ് കൂട്ടിയിട്ട്, അതേപോലെ തന്നെ ഇതിന് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ബേസിക്കലി മോളിക്യൂൾസിനും എനർജി കൂടുതൽ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു റാൻഡംനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൈനറ്റിക് എനർജി കൂടി. ബേസിക്കലി എന്താ അതിന് പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡായിട്ട് കൂടുതൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പോസ്റ്റ്ലൈൻ നമ്പർ 4, കൊളീഷൻസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആൻഡ് ദ കണ്ടെയ്നർ വാൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ബേസിക്കലി അത് എന്താണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഈ കൊളീഷൻ എന്ന് വെച്ചാൽ എന്താ, ഇത് ചുമരാണ്, ഇതിൻ്റെ ഗ്യാസ് മോളിക്കനാണ്, ഇവർ തമ്മിലെ കൊളീഷൻ. ഇപ്പോൾ ഈ കൊളീഷന് ബേസിക്കലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. ഗ്യാസ് പാർട്ടിക്കിൾസ് കീപ് കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് കണ്ടെയ്നർ വോൾസ്. അപ്പോൾ അതായത് വോൾസ് തട്ടി അടുത്ത വോള് തട്ടി, അടുത്ത വോള് തട്ടി, അടുത്ത വോള് തട്ടി, അടുത്ത വോള് തട്ടി, അടുത്ത വോൾ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താണ് ഇതിങ്ങനെ തട്ടി അപ്പോൾ നിലത്ത് വീണ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഒരു എന്താണ് കണ്ടെയ്നറിനുള്ളിൽ ഗ്യാസിനെ കിട്ടിക്കഴിഞ്ഞാൽ മോനെ പെരാന്ത് പിടിച്ചിട്ട് അങ്ങോട്ട് തട്ടി ജസ്റ്റ് എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനൊരു സമാധാനം കിട്ടാത്ത അവസ്ഥ. അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. നമ്മൾ വിചാരിക്കും ഇതിന് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ വോൾസ് തട്ടി വേദനിക്കുന്നു. എന്ത് വേദന, ഇതിങ്ങനെ ആടെ തട്ടി അപ്പുറത്ത് തട്ടി ഇങ്ങനെ തട്ടി എങ്ങനെയെങ്കിലും ജസ്റ്റ് എന്താ അല്ലേ. നമ്മൾ പൊതുവെ എന്താ വിചാരിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിതിപ്പോൾ ഇതിനെ ഞാനിപ്പോൾ എന്താണ് അല്ല ഇങ്ങനെ എനിക്ക് ഐ ക്യാൻ ഷോ ഇറ്റ്. ഇതിപ്പോൾ ഇതിനിപ്പോൾ ഞാനിങ്ങനെ എറിയാം. അയ്യോ ബേസിക്കലി എന്താ സംഭവിച്ചത്, ഞാൻ വേറെ എന്തെങ്കിലും എറിഞ്ഞിട്ടായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതായിട്ട് എറിയാം. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ അവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇത് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇതിവിടെ തട്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ച് വരേണ്ടതാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഇതെൻ്റെ കയ്യിൽ ബേസിക്കലി തിരിച്ച്, അതായത് ആടെ തട്ടി അതായത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കറക്റ്റ് വരുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അത് തന്നെയാണ്. എന്താ നമ്മൾ ബേസിക്കലി അസ്യൂം ചെയ്യുന്നത് എന്താണ്, ആ വോൾസ് ഓഫ് ദ കണ്ടെയ്നറും ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ ഇടിക്കുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ലൈക്ക് എ റബ്ബർ ബോൾ ഹിറ്റിംഗ് എ വോൾ ആൻഡ് ബൗൺസിങ് ബാക്ക് വിതൗട്ട് ലൂസിങ് സ്പീഡ്. ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ ഇതേ സാധനം ഞാനിപ്പോൾ ഒരു മൾട്ടിപ്ലഗിന് എറിഞ്ഞില്ല. ഇതേപോലെ ഞാനിപ്പോൾ വല്ല എന്താ പറയുക നമ്മളെ ടെന്നീസ് ബോൾ നമ്മളെന്തെങ്കിലും ക്രിക്കറ്റ് ബോളായിട്ട് ഞാൻ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എൻ്റെ കയ്യിൽ തന്നെ കറക്റ്റ് വരും. നിങ്ങളിപ്പോൾ ക്യാച്ചിങ് പ്രാക്ടീസെല്ലാം ചെയ്യുന്ന ആൾ എന്താ ചെയ്യുക, മറ്റേ ചുമരിലേക്ക് ബോൾ എറിഞ്ഞ് കൈ പിടിച്ച് അന്നേരം അതിൻ്റെ പ്രാക്ടീസിൻ്റെ എന്താണ് ഇൻറ്റൻസിറ്റി എങ്ങനെ കൂടും, നല്ല സ്പീഡിൽ എറിയുക പെട്ടെന്ന് പിടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ റബ്ബർ ബോൾ അല്ലെങ്കിൽ മറ്റേ ടെന്നീസിൻ്റെ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്ക് വരുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഐ മെൻ ബൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇതാണ് മനസ്സിലാക്കേണ്ടത് ബേസിക്കലി. ബിക്കോസ് ഓഫ് ദീസ് കൊളീഷൻസ് പ്രഷർ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ കൊളീഷൻസ് കാരണമാണ് അതിൻ്റെ ഇടയിൽ എന്തുണ്ടാകുന്നത്, ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്, ഒരു പ്രഷർ ക്രിയേഷൻ നടക്കുന്നുണ്ട്. ബേസിക്കലി എന്താ, അതൊരു ഫോഴ്സ് ആണ് ബേസിക്കലി ഹീറ്റിംഗ് ദ വോൾ പെർ യൂണിറ്റ് ഏരിയ. സോ ഫോഴ്സ് ബൈ ഏരിയ ഇസ് പ്രഷർ. ദാറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ഇറ്റ് സീംസ്. Okay, 33 minutes. There are no attractive, postulate number 5, there are no attractive or repulsive forces between gas particles. അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് ഡു നോട്ട് അട്രാക്ട് ഓർ റിപ്പൽ ഈച്ച് അതർ. ഇതും ബേസിക്കലി തെറ്റാന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. വാൻഡർവാൾസ് പിന്നീട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പ്രൂവ് ചെയ്തിട്ടില്ല, പിന്നീട് പ്രൂവ് ചെയ്ത്. എന്താണ്, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലൊരു ഭയങ്കര റിപ്പൾഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവർ അടുത്തേക്ക് വരുമ്പോൾ ദൂരം മാറിപ്പോകുന്ന അവസ്ഥ. അല്ലെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ദാറ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ ലവ്, കൈൻഡ് ഓഫ് എന്താണ് ക്ലോസ്നെസ്. ആ ക്ലോസ്നെസ് ഒന്നും അവർ തമ്മിലില്ല എന്നാണ് ബേസിക്കലി. ഇതാരെ ഈ കൈനറ്റിക് പോസ്റ്റ്ലേഴ്സ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷേ ചെങ്ങൈൻ്റെ പേരുണ്ടെന്ന് മെൻഷൻ ചെയ്യായിരുന്നു. പക്ഷേ ഈ ചെങ്ങയാണ് ബേസിക്കലി പറഞ്ഞത് ദർ ആർ നോ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ഗ്യാസസ്. മീനിങ്
assumption is mostly true for ideal gases and it അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഐഡിയൽ ഗ്യാസിൻ്റെ കണ്ടീഷൻ ഒരു ഗ്യാസ് ഐഡിയൽ ആവണമെങ്കിൽ അതിൻ്റെ രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് പ്രഷർ ലോ ആയിരിക്കണം, ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം. ഇത് ബേസിക്കലി രണ്ട് കണ്ടീഷൻസ് ആണ്. ഇത് ഫുൾഫിൽ ചെയ്യുന്ന ഗ്യാസിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇഫ് പോസിബിൾ ദെൻ ഇറ്റ് ബിക്കംസ് എൻ ഐഡിയൽ ഗ്യാസ്. ഇനി പോസ്റ്റുലേറ്റ് നമ്പർ 6, ഇതും ബേസിക്കലി തെറ്റാന്ന് ആര് പ്രൂവ് ചെയ്തിട്ടുണ്ട്? വാൻ ഡെർ വാൾസ് പിന്നീട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഫോർ ദ ടൈം ബി നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ചോദിക്കുവാണെങ്കിൽ 8 പോസ്റ്റുലേറ്റ്സിലെ ഒരു 5 പോസ്റ്റുലേറ്റ്സ് ചോദിക്കുവാണെങ്കിൽ എന്താണ് ഇത് എഴുതി വെക്കുക അതേപോലെ തന്നെ. ഇനി പോസ്റ്റുലേറ്റ് നമ്പർ 6, the time of collision is negligible compared to the time between collisions. Time of collision is negligible compared to the collision happens very quickly. അതായത് നമ്മളെ കൊളീഷൻ എടുക്കുന്ന ടൈം ബേസിക്കലി അപ്രോക്സിമേറ്റ്ലി 0 ആണ്. കാരണം നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ മെല്ലെ 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 പോയി തട്ടി അടുത്തയിലേക്ക്, അങ്ങനെയൊന്നുമല്ല. ഒന്ന് തട്ടുന്നു അപ്പോൾ പോകുന്നു, ബൂം, തട്ടിപ്പോയി ബൂം. കാർസ് ഓൺ എ ഹൈവേ, വെരി ഷോർട്ട് ടൈം ഓഫ് ആക്സിഡൻറ്റ്, വെരി ലോങ് ടൈം ഓഫ് ഫ്രീ ഡൈവിങ്. ഈ കാറുകൾ ബേസിക്കലി ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. കാർ ഇങ്ങനെ സ്പീഡിലായിരിക്കും പോകുന്നത്, പെട്ടെന്നായിരിക്കും എന്താണ് ഒരു വണ്ടി അങ്ങ് കയറി കഴിഞ്ഞാൽ ഡും അടിച്ച് ആക്സിഡൻ്റ് ആയി, ഒന്നും നോക്കിയില്ല. അത് വളരെ മെല്ലെ സ്ലോ മോഷനിൽ വന്ന് ഓക്കെ ഒരു കാർ തന്നെ തട്ടാൻ വരുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് മാറി, അങ്ങനൊന്നും ഇല്ല. അപ്പോൾ അവിടെ സ്പീഡിൽ ഗ്യാസ് മോളിക്യൂൾസ് പോകുന്ന പോലെ തന്നെ കാറ് സ്പീഡിൽ പോയി ഒരു വണ്ടി നേരെ എല്ലാവരും ഒരു നായോ വണ്ടിയോ എന്തെങ്കിലും ഒരു ട്രക്കാരെ നേരെ വന്നിട്ട് അടിച്ച് ആക്സിഡൻ്റ് ആയി, ചിലപ്പോൾ ഉള്ളിൽ താളെ ചിലപ്പോൾ തട്ടിപ്പോവും, അത്രയല്ലോ. സോ വി ഇഗ്നോർ കൊളീഷൻ ടൈം ഇൻ കാൽക്കുലേഷൻ. നമ്മൾ പൊതുവെ ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കൊളീഷൻ ടൈം പൊതുവെ ഉൾപ്പെടുത്താറില്ല. ഈ ഇങ്ങനെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആ ഒരു എന്ത് മറന്നുപോയില്ല, പോസ്റ്റുലേറ്റ് മറന്നുപോയില്ല. ആ ഒരു കാറിൻ്റെ ഒക്കെ മറ്റേ ഹൈവേയിലെ കഥ ഓർമ്മിച്ചൊക്കെ, ആക്സിഡൻ്റ് ആയി പോകുന്ന കഥ ഓർമ്മിച്ചൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ ആവശ്യം വരും. ഐ തിങ്ക് സോ. പോസ്റ്റുലേറ്റ് നമ്പർ 7, ഗ്യാസ് പ്രഷർ ഇസ് ഡ്യൂ ടു കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് കണ്ടെയ്നർ. ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ട്രൂ ആൻഡ് ഐ അഗ്രി വിത്ത് ദിസ്. നമ്മളൊരു ഗ്യാസ് പാർട്ടിക്കിളിന് ഒരു നമ്മളെന്താണ് ബേസിക്കലി ഒരു ചുമരിൽ അടിക്കുമ്പോൾ ഒരു കൊളീഷൻ നടക്കുമ്പോൾ ബേസിക്കലി ഇതൊരു ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇത് ചുമരാണെങ്കിൽ ഐ എം ബേസിക്കലി അപ്ലൈയിങ് എ ഫോഴ്സ്. ഇതെൻ്റെ കയ്യിൻ്റെ ഒരു യൂണിറ്റ് ഏരിയ ആണ്. സോ ഫോഴ്സ് പെർ ദിസ് യൂണിറ്റ് ഏരിയ ദാറ്റ് ഈസ് ബേസിക്കലി ഡിഫൈൻഡ് ആസ് പ്രഷർ. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണല്ലോ. സോ അതിനെ ഈ പോസ്റ്റുലേറ്റും പറഞ്ഞിട്ടില്ലോ. ഇതിലെന്താ ഇപ്പം ഇത്ര കോംപ്ലിക്കേഷൻ? ഗ്യാസ് പ്രഷർ ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ദ കണ്ടെയ്നർ വാൾസ്. അയാൾ കുറച്ചും കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, അത്രയല്ലോ. ബ്ലോ എയർ ഇൻ ടു എ ബലൂൺ, ഇറ്റ് എക്സ്പാൻസ് ബിക്കോസ് ബലൂൺ പാർട്ടിക്കിൾസ് ആർ ഹിറ്റിംഗ് ദ ബലൂൺ വാൾസ്. നമ്മൾ ഒരു ബലൂണിലേക്ക് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ എന്താ ആ ബലൂൺ ഇങ്ങനെ വീർത്ത് വരും, അതിങ്ങനെ വലുതായി വരും. അതിൻ്റെ റീസൺ എന്താ? അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ വോൾസിനെ തട്ടി ലാസ്റ്റ് എന്താണ് അതിനിങ്ങനെ വലുതാക്കണം. അതായത് ഇറ്റ് ഹിറ്റ്സ്. അപ്പോൾ എന്താ അതിങ്ങനെ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നല്ല വലുപ്പത്തിൽ അതുകൊണ്ടാണ് വരുന്നത്. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ദാറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ബിഗർ. മോർ കൊളീഷൻസ് മോർ പ്രഷർ, ഫാസ്റ്റർ പാർട്ടിക്കിൾസ് മോർ പ്രഷർ. ഇത് രണ്ടും ട്രൂ ആണ്. കൂടുതൽ കൊളീഷൻ നടന്നാലും പ്രഷർ കൂടും, പാർട്ടിക്കിൾസിൻ്റെ സ്പീഡ് കൂടിയാലും പ്രഷർ കൂടും. സോ ഇറ്റ് മേക്സ് സെൻസ്. ഇനി പോസ്റ്റുലേറ്റ് നമ്പർ 8, പോസ്റ്റുലേറ്റ് നമ്പർ 9 ആക്ച്വലി ഉണ്ടായിരുന്നു. ഞാനത് എവിടെയാണെന്നില്ല. ഞാൻ ആ ഗ്രാവിറ്റീൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. ഗ്രാവിറ്റിക്ക് ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഗ്രാവിറ്റീൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ ഇത് അപ്പോൾ ഒരു 9 പോസ്റ്റുലേറ്റ് ഉണ്ടാവും ടോട്ടൽ. സോ ആവറേജ് പോസ്റ്റുലേറ്റ് നമ്പർ 8, average kinetic energy of a gas is directly proportional to absolute temperature. Yeah, it's true. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് അതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടും. അതായത് ആവറേജ് കൈനറ്റിക് എനർജി ആവറേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി ആബ്സല്യൂട്ട്. ഇറ്റ്സ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് കൂടിയാൽ ഇത് കൂടും, ഇത് കുറഞ്ഞാലോ ഇതും കുറയും, അത്രയല്ലോ. ഹയർ ടെമ്പറേച്ചർ പാർട്ടിക്കിൾ, അതായത് ഇനി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് നല്ല സ്പീഡിൽ പോവും. അതേപോലെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് മെല്ലെ ഒച്ചിനെ പോലെ ആമേനെ പോലെ വളരെ മെല്ലനെ പോയിക്കോളും, അത്രയല്ലോ. ഇതിൽ വലിയ അധികം ആക്ച്വലി പറയാനില്ല. അത് ആക്ച്വലി എന്താണ്, അതൊരു മാത്തമാറ്റിക്കൽ ഇംപ്ലിക്കേഷനാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇത് മറ്റേ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ഗ്യാസ്. ഇത് ഓർമ്മിച്ചൊരു കാര്യമാണ്. ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇപ്പം ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസിൻ്റെ മീനിങ് എന്താ? ഹീലിയം ആയാലും ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കാരണം എന്താ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർക്ക് മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വൈ? കെൽവിൻ. നമ്മൾ എന്തുകൊണ്ടാണ് കെൽവിൻ സ്കെയിൽ എടുക്കുന്നത്? വെരി ഗുഡ്. ഇനി വരെ ഇവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് കെൽവിൻ സ്റ്റാർട്ട്സ് ഫ്രം ആബ്സല്യൂട്ട് 0 വേർ മോഷൻ ഇസ് മിനിമം. അതായത് മോഷൻ മിനിമം, അതായത് ആബ്സല്യൂട്ട്ലി അതിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, അതിങ്ങനെ നീങ്ങി കളിക്കുന്നുണ്ട്.
അത് എവിടുന്നാണ് തുടങ്ങുന്നത്? കെൽവിനിലാണ്, ആബ്സല്യൂട്ട് സീറോയിലാണ് ഈ കെൽവിൻ സ്കെയിൽ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എടുക്കുമായിരുന്നു, പക്ഷേ കെൽവിനാണ് നമ്മൾ ബേസിക്കലി അതിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, റിയൽ ലൈഫ് അനലോജീസ് ഫോർ ഞാനിത് ക്വിക്കായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഞാൻ റിയൽ ലൈഫ് അനലോജീസ് ഞാൻ പറഞ്ഞവരുടെ പോവാം. പോസ്റ്റ്ലേറ്റ് നമ്പർ 1, ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. എന്താണ് അനലോജി? എ ക്രൗഡ് ഇൻ എ സ്റ്റേഡിയം, മില്യൺസ് ഓഫ് പീപ്പിൾ മേക്ക് ദ ക്രൗഡ്, നോട്ട് 1 or 2. ഒരു സ്റ്റേഡിയത്തിൽ ആൾക്കാർ കളി കാണാൻ പോകുമ്പോൾ 1 or 2 ആൾക്കാർ മാത്രം ചേർന്നിട്ടല്ല എന്തുണ്ടാക്കുന്നത്, ആ വലിയ ക്രൗഡിൻ്റെ ഭാഗമാണ്. കുറേ മില്യൺസ് ആൻഡ് കുറേ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ആ ഒരു ക്രൗഡാകുന്നത്. അതേപോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾസും വെരി ടൈനി പാർട്ടിക്കിൾസ് കോമ്പൈൻ ടുഗെദർ ടു മേക്ക് ദ ഗ്യാസ്. ഇനി വോളിയം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇസ് നെഗ്ലിജിബിൾ കമ്പയർ ടു കണ്ടെയ്നർ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അതേ എക്സാമ്പിൾ, ഫ്യൂ ആൻഡ്സ് ഇൻസൈഡ് നമ്മളിപ്പോൾ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതിലെന്താ വളരെ കുഞ്ഞായിട്ടില്ല നമുക്ക് ഉറുമകളെ കണ്ണുപോലും മര്യാദക്കൊന്ന് ശ്രദ്ധിച്ചില്ല, നമുക്ക് ഉറുമ്പിനൊന്നും കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഈലോട്ടെല്ലാം ഉറുമ്പ് പോകുന്നില്ല, ഞാൻ ചിലപ്പോൾ കാണായിട്ടായിരിക്കും, എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് തന്നെ കമൻറ്റ് ചെയ്യുക ഉറുമ്പിനെ കാണുന്നുണ്ടോയെന്നില്ല. ഞാനതിൽ ഉറുമ്പിനൊന്നും കാണുന്നില്ല. സോ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച ഉറുമ്പിനെ പോലെയാണ് ബേസിക്കലി ഈ വോളിയം ഓഫ് ഗ്യാസ്. ഇറ്റ് ഈസ് കമ്പയർ ടു ബി നെഗ്ലിജിബിൾ. ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഇൻ കണ്ടിന്യൂസ് റാൻഡം മോഷൻ. നിങ്ങൾ ആലോചിച്ചോ, നമ്മൾ കൊതുകുകൾ ഒരു പ്രത്യേകമായിട്ട് ഫിക്സ്ഡ് ലൈൻ ഇങ്ങനെയോ ഇങ്ങനെയൊന്നല്ലല്ലോ, അതെങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങ് പോകുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, അതിന് പ്രത്യേകിച്ച് മീനിങ്ങും ഇല്ല, പ്രത്യേകിച്ച് പർപ്പസും ഇല്ല. എങ്ങനെയെങ്കിലും ഒരു ഡയറക്ഷനിൽ പോയിട്ട് ആളുകളെ ബ്ലഡിനെ എടുക്കണം, അതിൻ്റെ പണി കഴിപ്പിക്കണം, അത്രയേ ഉള്ളൂ. I really hate these mosquitoes. I don't like them actually. They're not very good in my opinion. അപ്പോൾ ഇനി കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ റബ്ബർ ബോൾ, വീണ്ടും അതേ എക്സാമ്പിൾ, നമ്മൾ റബ്ബർ ബോൾ എറിഞ്ഞ് നമ്മളെ കയ്യിൽ തിരിച്ചു തരുന്നത്. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. നോ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. പീപ്പിൾ വാക്കിംഗ് ഓൺ എ ബിസി റോഡ് ഇഗ്നോറിങ് സ്ട്രേഞ്ചേഴ്സ് അറൗണ്ട് ദം. നമ്മൾ ഒരു വളരെ തിക്കും തെരഞ്ഞ റോഡിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ചിട്ട് അതിൻ്റെ അടുക്ക് വരുന്ന ഈ സ്ട്രേഞ്ചേഴ്സ്, അറിയാത്ത ആളുകൾ നമ്മൾ അവരുമായിട്ട് വലിയ അട്രാക്ഷനും ഇല്ല, വലിയ റിപ്പൾഷനും ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കാര്യം മാത്രം മൈൻഡ് ആക്കിയിട്ട് വന്നു. അതേപോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾ ഒരു ഐ ഡോണ്ട് കെയർ മെൻറ്റാലിറ്റിയിൽ ഞാൻ ആരും മൈൻഡ് ആക്കില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് നടക്കുന്ന പറഞ്ഞവരാ. ഇനി കൊളീഷൻ ടൈം ഇസ് നെഗ്ലിജിബിൾ. 2 cyclists സ്ലൈറ്റ്ലി ബ്രഷിങ് ഈച്ച് അതർ വൈൽ പാസിങ്. കോണ്ടാക്ട് ലാസ്റ്റ് സ്പ്ലിറ്റ്സ് ഒക്കെ. 2 സൈക്ലിസ്റ്റ് തമ്മിൽ അവരൊന്ന് ഒരസുന്ന, ഈ ബ്രഷിംഗ് എന്ന് പറയുമ്പോൾ ഒരസും, അതായത് അവർ രണ്ടുപേരും ഈ കൈ പിടിക്കുന്ന ഹാൻഡിൽ ഇങ്ങനെ ഒരസിപ്പോൾ, അതായത് പെട്ടെന്നായിരിക്കും, നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തിരികെ പോലില്ല, അത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും അതിങ്ങനെ ഒരസിയിട്ട് ചിലപ്പോൾ പോകുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നും സംഭവിക്കില്ല, സ്റ്റേബിളായിട്ട് വണ്ടി നിന്നോളും. പിന്നെ പ്രഷർ ഇസ് ഡ്യൂ ടു കൊളീഷൻ വിത്ത് വാൾസ്. പീപ്പിൾ പുഷിങ് അഗെയിൻസ്റ്റ് ദ ക്ലോസ് ഡോർസ് ഓഫ് എ ബസ് ഫ്രം ഇൻസൈഡ്. ആളുകൾ നമുക്കിപ്പോൾ ഒരു റൂം കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഡോറിനെ നമ്മൾ തല്ലി പൊട്ടിക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു പ്രഷറല്ല അപ്ലൈ ചെയ്യുന്നത്. ഗ്യാസ് മോളിക്യൂൾസ് അതേപോലെ തന്നെ ആ വോൾസിനെ തട്ടും, ഒരു പ്രഷർ അപ്ലൈ ചെയ്യും, സിമ്പിൾ. കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ ചിൽഡ്രൻ റൺ ഫാസ്റ്റർ ഡ്യൂറിങ് പ്ലേ ടൈം ദെൻ. നമ്മൾ കുട്ടികളൊരു മാത്സ് ക്ലാസ്സിൽ ഒരു വെറുതെ ബോറിംഗ് ആയിട്ട് ഒരു ക്ലാസ്സിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഡള്ളായിപ്പോൾ, ഭയങ്കര ഗ്ലൂമി ആയിപ്പോൾ. പക്ഷെ അവർ അതേ സമയത്ത് തന്നെ വല്ല PT പീരീഡിലായിട്ടാണ് അവരെ ഗ്രൗണ്ടിൽ വിട്ട് പിന്നെ അവരെ പാച്ചിൽ ശ്രദ്ധിച്ചാൽ മതി. എന്താ മക്കളെ, ഉസൈൻ ബോൾട്ടിനെ പോലത്തെ ഒരു പാച്ചിലായിരിക്കും. പിന്നെ ബേസിക്കലി യു സപ്ലൈ ടെമ്പറേച്ചർ, കൈനറ്റിക് എനർജി ഇൻക്രീസസ്, ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, ഗ്യാസ് മോളിക്യൂൾസ് ഓൾസോ ഇൻക്രീസസ്. ഞാൻ ഇവിടെ വിട്ടുപോയ പോയിന്റ് ആയിരുന്നു ആ പോസ്റ്റ്ലേറ്റ്സിൽ. ഗ്രാവിറ്റി ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അത് ഇതിൻ്റെ 9th പോസ്റ്റ്ലേറ്റായിട്ട് എഴുതേണ്ട കാര്യമാണ്. ദിസ് ഇസ് ദ 9th പോസ്റ്റ്ലേറ്റ് ആക്ച്വലി. ഇത് വെറുതെ വിട്ടുപോകാൻ പാടില്ല. ഗ്രാവിറ്റി ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിലെന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കറക്റ്റ് നമ്മളിപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളിതിപ്പോൾ ഞാനിതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് താഴെ വീഴുന്നില്ല. അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെയല്ല, അതിങ്ങനെ ആടി അങ്ങോട്ട് ആടി ഇങ്ങനെ മറ്റേ പോലെ ഓസിലേറ്ററി മോഷൻ പോലെ എങ്ങനെയെങ്കിലും മെല്ലനെ എത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ സാധനം ഡയറക്റ്റ് ഇതിൻ്റെ താഴോട്ടേക്ക് പിടിച്ചു വരിക്കുന്നുണ്ട്. പക്ഷേ അതേ എഫക്റ്റ് ആർക്ക് തോന്നുന്നില്ല, ഗ്യാസ് മോളിക്യൂൾസിനെ ഡയറക്റ്റ്ലി തോന്നുന്നില്ല. ഗ്രാവിറ്റി ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗ്യാസ്. അത് അതിൻ്റെതായ ഒരു മോഷൻ ഇങ്ങനെ അങ്ങ് പോവാണ്. ഗ്രാവിറ്റി അതിനെ പിടിച്ചിട്ട് താഴേക്കൊന്നും വലിച്ചിട്ട് നിലത്ത് ഇടുന്നൊന്നുമില്ല. ഈസി. ഓക്കെ, ഞാൻ ഐ വിൽ ലൈക്ക് ടു ടേക്ക് എ സ്മോൾ ബ്രേക്ക് നൗ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കാൻ പോവുകയാണ്. കുറേ നേരം തിരിഞ്ഞു മാറി ഇതാകുന്നുണ്ട്. ഇനി ഇത് വേഗം പറഞ്ഞു പോകാം. കാരണം ഓൾറെഡി നമ്മൾ നമ്മൾ കുറേ നേരം ഈ പോസ്റ്റേഴ്സ് കളിക്കുന്നത്. നമുക്ക് സിലബസ് തീർക്കുന്നുണ്ട്.
സോ ഇതിനെങ്ങനെ ഇനി വേരിഫൈ ചെയ്യുക? ഓക്കെ, നമ്പർ 1 വേരിഫിക്കേഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം മോഷൻ. ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ഇനി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ജസ്റ്റ് ഇത് എഴുതിയാൽ മതി, എക്സ്പെരിമെൻ്റൽ എഫിഷ്യൻസ്, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ഈ 2 എക്സാമ്പിൾസും എന്ത് ചെയ്യുക, അതിനെ എഴുതി കൊടുക്കുക. ഈ PDF വേണമെങ്കിൽ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, ഈ PDF വേണമെന്നുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക. ദിസ് പ്രൂവ്സ് പാർട്ടിക്കിൾസ് ആർ കോൺസ്റ്റൻ്റ്ലി മൂവിങ്. വേരിഫിക്കേഷൻ ഒക്കെ അത് കഴിഞ്ഞ് വേരിഫിക്കേഷൻ ഓഫ് നെഗ്ലിജിബിൾ വോളിയം ഓഫ് ഗ്യാസസ്. ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിന് അത് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇനി എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എഴുതി വെക്കുക. ഹൈ കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസസ്. പിന്നെ ഈ എക്സാമ്പിൾസും കൂടി എഴുതി വെക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ എക്സാമ്പിൾസ് നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് എഴുതി വെക്കുക. അടുത്തത് വേരിഫിക്കേഷൻ ഓഫ് ആബ്സെൻസ് ഓഫ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്. എന്തായിരിക്കും എൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്? ബോയിൽസ് ലോ, PV= കോൺസ്റ്റന്റ്. ഇതിൻ്റെ 2 എക്സാമ്പിൾസ് കൂടി ഇല്ല അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. ദാറ്റ് വുഡ് ബി വെരി നൈസ്. പിന്നെ വേരിഫിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻസ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ഗ്യാസ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ. പിന്നെ ഇതിൻ്റെ ഇഫ് കൊളീഷൻസ് ആർ ഇൻഎലാസ്റ്റിക് എനർജി വുഡ് ബി ലോസ്, ടെമ്പറേച്ചർ വുഡ് ചേഞ്ച്. ഈ 2 പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. സിൻസ് gases follow gas laws, mainly Boyle's law, Charles' law, Avogadro's law, without energy loss collisions must be elastic. അതായത് അതിന് എനർജി ലോസ് ഇല്ലാത്തതുകൊണ്ട് എന്താവാം, കൊളീഷൻസ് ഇലാസ്റ്റിക് ആയിരിക്കാം. അങ്ങനെയാണ് ബേസിക്കലി പറയുന്നത്. വേരിഫിക്കേഷൻ ദാറ്റ് പ്രഷർ ഇസ് ഡ്യൂ ടു. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്താ? എഫക്റ്റ് ഓഫ് വോളിയം ഓൺ പ്രഷർ, ബോയിൽസ് ലോ. വെൻ വോളിയം ഡിക്രീസസ് കൊളീഷൻ വിത്ത് വാൾസ് ഇൻക്രീസ്, പ്രഷർ ഇൻക്രീസസ്. കൺഫേംസ് പ്രഷർ അറൈസസ് ഫ്രം കൊളീഷൻസ്. വേരിഫിക്കേഷൻ ഓഫ് നെഗ്ലിജിബിൾ കൊളീഷൻ ഡാമേജ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്താ? സ്മൂത്ത് ആപ്ലിക്കബിലിറ്റി ഓഫ് ഗ്യാസ് ലോസ്. ഇത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. എന്നെ കൂടുതൽ ഇതിൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറേയൊക്കെ എനിക്ക് ഇനി പറയാനുണ്ട്. ഇത് 21 പേജ് ഉണ്ട് ഓൾമോസ്റ്റ്. സോ ഐ നീഡ് ടു കവർ അപ്പ് ആക്ച്വലി. ടെമ്പറേച്ചർ കൈനറ്റിക് എനർജി റിലേഷൻ എന്താ? അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ്. യെസ്, ചാൾസ് ലോ, വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഈ കാര്യങ്ങളൊക്കെ ഇനി എഴുതി വെക്കുക. ഇനി 8ാമത്തെ കാര്യം, വേരിഫിക്കേഷൻ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്. എന്താണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്? ഗ്യാസ് നമ്മൾ സാക്ഷാൽ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നിയമം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ആക്ച്വലി ലവ് ദിസ് നെയിം, ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അതാണ് എൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്. ലൈറ്റർ ഗ്യാസസ് ഡിഫ്യൂസ് ഫാസ്റ്റർ ദൻ ഹെവിയർ വൺസ്, മീൻസ് വെലോസിറ്റി ഡിഫേഴ്സ് നോട്ട് കൈനറ്റിക് എനർജി. അടുത്ത 9th one, ലാസ്റ്റ് വൺ, വേരിഫിക്കേഷൻ ദാറ്റ് ഗ്രാവിറ്റി ഹാസ് നെഗ്ലിജിബിൾ ഇൻഫ്ലുവൻസ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്താ? അയ്യോ, നമ്മളെ മിക്സിങ്, അതായത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് മിക്സിങ് ഓഫ് ബ്രോമിൻ ആൻഡ് എയർ എന്നുള്ള എക്സാമ്പിൾ വേണ്ടിക്കൽ എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. എക്സ്പെരിമെൻ്റൽ എവിഡൻസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ. ഗ്യാസ് എല്ലാവരുടെയും, അതായത് എന്താണ്, ഗ്യാസ് ഒരു കംപ്ലീറ്റ് കണ്ടെയ്നറിന് കംപ്ലീറ്റ് വോളിയം ഓക്യുപ്പൈ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ വെള്ളമാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പകുതി വെള്ളം ഒഴിച്ചില്ല, അതിൻ്റെ പകുതി അത്ര വരെ അവിടെ ആ കണ്ടെയ്നറിൻ്റെ അടിത്തട്ടിലായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഇത് ഇത്ര ഭാഗമായിട്ട്. ഈ ഗ്യാസിൻ്റെ പ്രത്യേകത ഇത് കംപ്ലീറ്റ്ലി എന്താണ്, ഇതിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അതായത് ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്താവില്ല. കംപ്ലീറ്റ് ഇതിൻ്റെ ഏടിയെല്ലാം ഇതിൻ്റെ വോളിയത്തിൽ നിൽക്കാൻ പറ്റുമോ ആടെയെല്ലാം ബേസിക്കലി നിൽക്കും. ഗ്യാസസ് ഡു നോട്ട് സെറ്റിൽ അറ്റ് ദ ബോട്ടം. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഷോസ് റാൻഡം മോഷൻ ഡോമിനേറ്റ്സ് ഓവർ ഗ്രാവിറ്റി. റാൻഡം മോഷൻ ഇസ് എന്താണ് ഗ്രേറ്റർ ദാൻ ഇവിടുത്തെ ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ്. അത്രയേ ഉള്ളൂ. സോ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വരുവാണ്. സോ ഇതിൻ്റെ മുൻപ് എനിക്കൊന്ന് ഞാൻ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ആ 8 പോസ്റ്റ്ലേറ്റ്സും കഴിഞ്ഞാൽ അതിൻ്റെ വേരിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലിറ്ററലി എന്താണ് നമ്മളതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ വെലോസിറ്റീസ് ഉണ്ട്. ഇതൊന്നൊരു വലിയൊരു ജാതി എന്താണ് ഒരു വൃത്തിയുടെ ഒരു ഇക്വേഷനാണ്. dn/(N) = 4π into m divided by 2π into RT whole raised to 3/2 into e raised to minus mc² divided by 2RT into c² dc. എൻ്റെ മോനെ ശ്വാസം പോയി പോയി, എന്തൊരു വലിയ ഇക്വേഷൻ ഇത്. സോ എന്താ ചെയ്യുക, ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്ത് ഇവിടെ ഈ ഡി സി എന്നല്ല ഇങ്ങോട്ടേക്ക് എടുത്ത് അത്രയും ഞാൻ ചെയ്തില്ല. 1/n ഉണ്ട്, dn/dc ബേസിക്കലി ഇതേ സാധനം തന്നെ. അതായത് ഇവിടുത്തം വരെ c² വരെ ഉണ്ട്, ഈ ഡി സിനെ മാത്രം ഇങ്ങോട്ടേക്ക് എടുത്ത് ഈ 1/n dn/dc ആണ് നമ്മൾ പി സി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പി സി മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് മോളിക്കുലർ വെലോസിറ്റി സി. ആ പ്രോബബിലിറ്റി അത് വെലോസിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് പ്രോബബിലിറ്റി. സോ ഈ ബേസിക്കലി ജസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ വെലോസിറ്റി ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യരുത്.
ആ ഇക്വേഷൻ എഴുതി കൊടുക്കും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ കാര്യമായിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും ഇതിൻ്റെ ഡെറിവേഷനൊന്നും പഠിക്കാനല്ല ഭാഗ്യമാണ്. ഇതായിട്ടുണ്ട് ഡെറിവേഷൻ വന്നിട്ട് തന്നെ അവനെ കഥ കഴിഞ്ഞു പോയിട്ടുണ്ട് അവന്. ഇതൊന്നും BSc ലെവലിലൊന്നും അത്ര ഡെപ്തിലും നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനില്ല. ചിലപ്പം MSc ലെവലിൽ ഉണ്ടാവുമായിരിക്കും, ഐ ഡോണ്ട് നോ, ബട്ട് മേ ബി. ഇതാണ് ബേസിക്കലി എൻ്റെ ഗ്രാഫ്. ഇതൊരു T2 ഗ്രേറ്റർ ദാൻ T1 ഒരു ടെമ്പറേച്ചർ. T1 കുഞ്ഞ്, അതായത് ഇങ്ങനെ തട്ടി ചെറിയ ഇത് ടെമ്പറേച്ചർ. ഇതെന്താണ്? പ്രോബബിൾ വെലോസിറ്റി. ഇത് വെലോസിറ്റി ആയിരിക്കും. സോ വെലോസിറ്റി അല്ല, സോറി, ഇത് ടെമ്പറേച്ചറും ഇത് മറ്റേ P(c) എന്നാണ് പ്രോബബിൾ വെലോസിറ്റീൻ്റെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. സോ ഈ പോയിന്റിലാണ് മറ്റേ നമുക്ക് ആ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഓർ ആൽഫ കണ്ടുപിടിക്കാനില്ല ഏറ്റവും അത് ടെമ്പറേച്ചർ ഏറ്റവും കൂടിയൊരു ഭാഗത്താണ് അത് കാണപ്പെടുന്നത്. ഓക്കെ, അതത്രയല്ല. ഗ്രാഫിനെ പറ്റി എത്ര പറയാനുള്ളൂ. അതായത് മാക്സ്വെല്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതും എഴുതിക്കൂടെ, ഇക്വേഷൻ എഴുതുക, ഗ്രാഫും വരയ്ക്കുക, അതിൻ്റെ 3 മാർക്ക് സെറ്റിൽഡ്, കഴിഞ്ഞു, അത്രയല്ലോ. ഇനി ന്യൂമറിക്കൽസിന് വേണ്ട കുറച്ച് ഹിൻ്റാണ്. ആവറേജ് കൈനറ്റിക് എനർജി, അതായത് V √8RT / πm, ഇക്വേഷൻ ബൈഹാർട്ട് ആക്കുക, വേറെ വഴിയില്ല. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, നമ്മൾ ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഡെറിവേഷൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് പാർട്ട് 1. സോ എന്താണ്, അങ്ങനെ ആ ഡെറിവേഷൻ കണ്ട ആൾക്കാർക്ക് ഇതിപ്പോൾ എന്താണ് നല്ല കോമഡിയായിട്ട് തോന്നുന്നുണ്ടാകും. കാരണം എന്താ, ഇത് അത്ര കുഞ്ഞ് ഡെറിവേഷൻ, ഇത് ഡിറൈവ് ചെയ്യാൻ മാത്രമൊന്നും അല്ല, ബൈഹാർട്ടാക്കാൻ മാത്രമൊന്നുമില്ല, ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ഈ ഡെറിവേഷനെ അല്ല ഈ ഇക്വേഷൻ മൈൻഡിൽ നിൽക്കും. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി U √3RT/m. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആൽഫ √2RT/m. ഇത്രയല്ലേ, ഈ 3 ഇക്വേഷൻ ഓർമ്മിക്കുക. ഞാൻ ഇവിടെ ന്യൂമറിക്കൽ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്താണ് ഞാൻ ടൈം ലാഭിക്കണമെങ്കിൽ ന്യൂമറിക്കൽ സ്കിപ്പ് ചെയ്യണം. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ ആലോചിക്കുക, മറ്റേ ഇതിൽ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. R-ൻ്റെ വാല്യൂ നമുക്കറിയാം, ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, പൈൻ്റെ വാല്യൂ അറിയാം, മോളിക്കുലർ മാസ് തന്നിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ V ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് V തരും, 8 അറിയാം, R അറിയാം, T തരും, പൈ അറിയാം, ചിലപ്പോൾ ഇതായിരിക്കും കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, 2 സൈഡിൽ സ്ക്വയർ ചെയ്യുക, ഇതായിരിക്കും കണ്ടുപിടിക്കണം. അപ്പോൾ 2 സൈഡിൽ സ്ക്വയർ ചെയ്ത് V² = 8RT/m. അപ്പോൾ M എന്താ 8RT/p². ഇതൊക്കെ വളരെ കോമഡി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മറ്റേ ന്യൂമറിക്കൽസിൽ വരാവുന്നത്. സോ അത് നോക്കിയിട്ട് ചെയ്യുക. ഇതെന്നൊക്കെ ചോദിക്കാനുള്ള സ്കോപ്പില്ലോ. സോ ഇനി കൊളീഷൻ നമ്പർ. ഓക്കെ, ഇനിയാണ് എൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നത്, കൊളീഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ വെൻ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് റാൻഡംലി ദേ കൊളൈഡ്. ടു സ്റ്റഡി ദീസ് കൊളീഷൻസ് വി ഡിഫൈൻഡ് 3 കൊളീഷൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇത് കൊളൈഡ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, അതിനെ നമ്മളൊന്ന് ക്വാണ്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്താണ് ഈ കൊളീഷൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി അന്നത്തെ കാലത്ത് ആൾക്കാർ 3 ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പേരാണ് കൊളീഷൻ ഡയമീറ്റർ, രണ്ടാമത്തെ പേര് കൊളീഷൻ നമ്പർ, മൂന്നാമത്തെ പേര് എടുപ്പോയി കൊളീഷൻ ഫ്രീക്വൻസി. ഓക്കെ, കൊളീഷൻ ഫ്രീക്വൻസി നോക്കാം. എന്താണ് ഈ കൊളീഷൻ ഡയമീറ്റർ? കൊളീഷൻ ഡയമീറ്റർ ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് 2 ഗ്യാസ് മോളിക്യൂൾസ് അറ്റ് ദ മോമെന്റ് ദേ ടച്ച് ഈച്ച് അതർ ഡ്യൂറിങ് കൊളീഷൻ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡെറിവേഷൻ പോലെ തോന്നുന്നില്ല, ഡെഫിനേഷൻ പോലെ തോന്നുന്നുണ്ട്. 2 മോളിക്യൂൾസ് തമ്മിൽ തൊട്ട്, അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത്, അവർ തമ്മിൽ കൊളൈഡ് ചെയ്ത്, എന്താണ് അവർ ഭയങ്കര സ്നേഹത്തോടെ നിന്നായിരിക്കുമല്ലോ കൊളൈഡ് ചെയ്യുന്നത്, അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടൊരു ഫൈറ്റ് പോലെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, ബേസിക്കലി യുദ്ധം പോലെ. അപ്പോൾ ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഈ ഒരു ഡിസ്റ്റൻസ് ആണുണ്ടോ, ഇതിനാ ബേസിക്കലി നമുക്ക് കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയാൻ പറ്റും. ഈ 2 സെൻറ്റേഴ്സിൻ്റെ ഇതിൽ കൊളൈഡ് ചെയ്യുന്ന ടൈമിൽ ഇവരപ്പോൾ മിനിമം ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ചിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ അവർ സെൻറ്റേഴ്സിൻ്റെ ഇടയിലെ മിനിമം ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി കൊളീഷൻ ഡയമീറ്റർ. അതിൻ്റെ സിമ്പൽ സിഗ്മയാണ്. ഈ മോളിക്യൂൾ ബിഹേവ്സ് ലൈക്ക് ഹാർഡ് സ്പിയർ. ഓരോ ഗ്യാസ് മോളിക്യൂലും ഒരു റൗണ്ടിലുള്ള ഒരു മറ്റേ ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോളോ പോലെ റൗണ്ട് സ്പിയർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ കാര്യം എളുപ്പമല്ലോ. അപ്പോൾ 2 തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുക്കുന്ന, സെൻറ്റേഴ്സ് ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുക്കുന്ന, അതാണ് ബേസിക്കലി കൊളീഷൻ ഡയമീറ്റർ. വെൻ 2 balls touch collision happens, the distance between their centers at that moment is collision diameter. അത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും, സൈസ് ഓഫ് മോളിക്യൂൾസ്. അതായത് ഇത് ഭയങ്കര സൈസും ഇത് കുഞ്ഞ് സൈസാണെങ്കിൽ ബേസിക്കലി ഇതിൻ്റെ റേഡിയസിൽ ഡിഫറൻസ് ഉണ്ടാവും. ബേസിക്കലി അപ്പോൾ എന്താ ഈ കൊളീഷൻ ഡയമീറ്റർ ഈ സൈസിലപ്പോൾ ഡിഫറൻസ് വരും. സോ നേച്ചർ ഓഫ് ഗ്യാസ് ഇതിപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ കുഞ്ഞായിരിക്കും, പക്ഷേ മറ്റേ ഇപ്പോൾ വല്ല CO2 ആണെങ്കിൽ കുറച്ചും കൂടി വലുതായിരിക്കും ഹൈഡ്രജൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ കൊളീഷൻ ഡയമീറ്റർ അതിനാണെങ്കിൽ വലിയ ഡിഫറൻസ് കാണാൻ പറ്റും. ഇത് ഇവിടെയല്ല, ഇതിപ്പോൾ ഹൈഡ്രജനും ഇത് CO2 ആണ്. ഓബ്വിയസ്ലി വി ക്യാൻ സീ ദ ഡിഫറൻസ്. ആ നേച്ചർ ഓഫ് ഗ്യാസ്, ആ ടൈപ്പ് ഓഫ് ആ ഗ്യാസിൻ്റെ
എന്താണെന്നില്ല സാധനം മാറുന്നതിനാണ് കയറ്റ് അതിൻ്റെ കൊളീഷൻ ഡയമീറ്ററും മാറി ഒന്നിക്കല കുറയും അല്ലെ കൂടാം, ഡിപ്പെൻസ്. അടുത്തത് കൊളീഷൻ നമ്പർ. ഓക്കെ, ഞാൻ ഇത് കുറച്ച് അത്യാവശ്യം പറയാനുണ്ട്, കുറേയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം തീർന്ന് എനിക്കറിയില്ല, പക്ഷേ ഓക്കെ. കൊളീഷൻ നമ്പർ ഈസ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് മെയ്ഡ് ബൈ എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ പെർ സെക്കൻഡ്. ഒരു ഗ്യാസ് മോളിക്യൂൾ ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന കൊളീഷൻസ് അല്ല വോൾസിന് ഇടിക്കുന്നയോ അല്ലെ മോളിക്യൂൾസ് തമ്മിലിടിക്കുന്ന അത് എത്ര നമ്പർ ഉണ്ട്, അതാണ് ബേസിക്കലി കൊളീഷൻ നമ്പർ. അപ്പോൾ പേര് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് മെയ്ഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ്, അതാണ് കൊളീഷൻ നമ്പർ. ഹൗ മെനി ടൈംസ് ഡസ് വൺ മോളിക്യൂൾ കൊളൈഡ് വിത്ത് അതർ മോളിക്യൂൾസ് ഇൻ 1 സെക്കൻഡ്. ഒരു ഗ്യാസ് മോളിക്യൂൾ വേറെ ഒന്നിനെ എത്ര പ്രാവശ്യം തട്ടുന്നുണ്ട് ഒരു സെക്കൻഡിൽ. നമ്മൾ വിചാരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മോളിക്യൂലല്ലേ തട്ടാൻ പറ്റില്ല, അതല്ല മാക്സിമം. അത് മാക്സിമം ആണെന്ന് ഒരു നിർബന്ധമില്ല. വേണ്ടിക്കൽ ഒന്നിനെ തട്ടി ഒരു പകുതി സെക്കൻഡ് കൊണ്ട് ഒന്നിനെ തട്ടി അപ്പുറത്തേക്ക് പോയി അടുത്ത തട്ടി അങ്ങനെയെല്ലാം പറ്റൂ. ഇതൊക്കെ വളരെ മില്ലി സെക്കൻഡിൽ വളരെ കുഞ്ഞ് ഫ്രാക്ഷൻ നാനോ സെക്കൻഡിലൊക്കെ നടക്കണം. അപ്പോൾ അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ പറക്കുന്നതായിരിക്കും ചങ്ങായി. ഇറ്റ് ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്, സ്പീഡ് ഓഫ് മോളിക്യൂൾസ്, കൊളീഷൻ ഡയമീറ്റർ. ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോളിക്യൂൾസിന് എന്തെങ്കിലും സ്പീഡ് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട്, അതിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മോളിക്യൂൾസിനെ തൊടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൊളീഷൻ നമ്പർ കൂടും. കൊളീഷൻ ഡയമീറ്റർ എന്താണ്, ബേസിക്കലി ഡിപ്പെൻസ് ഓൺ ദാറ്റ് ഫാക്ടർ. നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിൽ 2 മോളിക്യൂൾസ്, അപ്പോൾ മാക്സിമം ഇതിന് ജസ്റ്റ് ഒറ്റ നിലയിൽ തൊടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 4-5 ഉണ്ടെങ്കിൽ അത് ഇവിടെ തട്ടി ബേസിക്കലി കൊളീഷൻ നമ്പറും അതിനാണ് കയറ്റി നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതിനാണ് കയറ്റി കൂടും. അത്രയല്ലോ. ഇത് കുറയുമ്പോഴെന്താ കൊളീഷൻ നമ്പർ കുറയും. A single student moving inside a crowded classroom, how many people he bumps into? അതായത് ഒരു കുട്ടി ഒരു തിങ്ങി നിറഞ്ഞൊരു ക്ലാസ് റൂമിൽ, അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അയാൾ എത്ര ആൾക്കാർ ഇടിച്ചിടുന്നത്, ആ സാധനമാണ് ആ നമ്പർ ഓഫ് പീപ്പിൾ ഹി ഇടിച്ചിടൽ, ദാറ്റ് ഈസ് കോൾഡ് കൊളീഷൻ നമ്പർ. അങ്ങനെ വേണ്ടിക്ക് സിമ്പിളായിട്ട് പറയാം. ഇതൊക്കെ ഒരു കുഞ്ഞായ രസകരമായ ഒരു എക്സാമ്പിൾസ് പറയാൻ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ കൊളീഷൻ ഫ്രീക്വൻസി, ഇതെന്താ സാധനം? ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ഓക്കറിങ് പെർ സെക്കൻഡ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് ഗ്യാസ്. അപ്പോൾ എത്ര കൊളീഷൻസ് ഒരു കംപ്ലീറ്റ് ഗ്യാസിന്, ഇതിപ്പോൾ ഒരു സിംഗിൾ മോളിക്യൂളിലെ ഗ്യാസ്, ഒരു കംപ്ലീറ്റ് ഗ്യാസിന് അതിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ എത്ര നടക്കുന്നുണ്ട്. ഫ്രീക്വൻസി മീൻസ് ആ ഒരു ഇതുണ്ടല്ലോ, എത്ര അതിൻ്റെ ഒരു അവൈലബിലിറ്റി എത്രത്തോളം നടക്കുന്നുണ്ട് എന്നില്ല. അതായത് ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി വിസിറ്റിംഗ് ദ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുക, ഫ്രീക്വൻ്റ്ലി ക്ലീനിങ് കാർ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാറ് ക്ലീൻ ചെയ്യുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എത്ര മോഷൻ, എത്ര കൊളീഷൻ നടക്കണം, അതാണ് ബേസിക്കലി കൊളീഷൻ ഫ്രീക്വൻസി. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, Z ആണ്. ഈ ട്രൈപോഡിലാണ് നിൽക്കുന്നത്. സാധനം തട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഫോണും പോവും, ട്രൈപോഡും പോവും, എല്ലാത്തിനും എടുത്ത് തീരാണ്. സോ ഡിഫറൻസ് ഫ്രം കൊളീഷൻ നമ്പർ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. കൊളീഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു മോളിക്യൂലും കൊളീഷൻ ഫ്രീക്വൻസി ഓൾ മോളിക്യൂൾസ് ടുഗദർ, അല്ലെ ഗ്യാസ് മോളിക്യൂൾസിനെ കംപ്ലീറ്റ് ഒറ്റൊരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനാണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സെയിം ആണെന്ന് തോന്നും, പക്ഷേ സെയിം അല്ല. ഇതിനെ Z1 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഇതിനെ Z വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഡിപ്പെൻസ് ഓൺ മോളിക്കുലർ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇത് കഴിഞ്ഞോ. പിന്നെ പ്രഷർ, കൊളീഷൻ, ഡയമീറ്റർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബംസ് ഹാപ്പനിങ് ഇൻ എൻറ്റയർ ക്ലാസ് റൂം പെർ സെക്കൻഡ്. അപ്പോൾ ഒരു കുട്ടി മാത്രമായിരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുന്നത്, ചിലപ്പോൾ വേറെയും കുറേ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തട്ടിപ്പോകുന്നുണ്ടോ. അപ്പോൾ അതിനെ ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ നമ്പർ ഓഫ് കൊളീഷൻസിനാണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കൊളീഷൻ ഫ്രീക്വൻസി ഈസ് വെരി ലാർജ്, ഇൻക്രീസസ് വെൻ പ്രഷർ കൂടുമ്പോൾ കൊളീഷൻ ഫ്രീക്വൻസി കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് പെട്ടെന്ന് സ്പീഡ് പോകും, അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻ കൂടും. മോളിക്കുലർ സൈസ് കൂടുമ്പോഴും അതിനെന്താണ്, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിന് കൂടുതൽ കൊളീഷൻ ഫ്രീക്വൻസി ഉണ്ടാവും. അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊളീഷൻ നമ്പർ Z is equal to √2 πV σ²ρ. ഈ സിഗ്മ എന്താണ്, സിഗ്മ എന്ന് പറയുന്നത് കൊളീഷൻ ഡയമീറ്റർ ആണ്, റോ നമ്പർ ഡെൻസിറ്റി, പൈ ആണ്, √2 ആണ്, വി നമ്മൾ ഐ തിങ്ക് ദറ്റ് ഇതൊരു വെലോസിറ്റി പേര് പറഞ്ഞിരുന്നു, ആവറേജ് കൈനറ്റിക് വെലോസിറ്റി എന്ന് തോന്നുന്നു, കൈനറ്റിക് എനർജി എന്ന് തോന്നുന്നു അത്. പിന്നെ കൊളീഷൻ ഫ്രീക്വൻസി Z11 Z11 ഐ തിങ്ക് ഇറ്റ് ഇസ് ഡിനോട്ടിങ് സെയിം മോളിക്യൂൾസ്. ഇനി Z12 എന്നാണെങ്കിൽ ഡിനോട്ട്സ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, അത്രയല്ലോ. Z11 ലൈക്ക് H2 ഇപ്പോൾ Z12 എന്ന് പറയുമ്പോൾ H2O2, അങ്ങനെ ആ ഡിഫറൻസിൽ ആലോചിച്ചാൽ മതി. ഇപ്പോൾ 1/√2 പൈസ് മറ്റേ V σ²ρ². അപ്പോൾ ഈ σ² നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ല σ² അല്ല, ഈ V ഇവിടെ ഒരു V ഉണ്ടല്ലോ, ഈ വീനൊക്കെ ഈ ഒരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, √8RT/π.